जय राधा माधवा कुंज बिहारी, 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 जय गोपी जन वल्लभा गिरिवरधारी, वल्लभा गिरिवरधारी, जय गोपी जन वल्लभा गिरिवरधारी, गोपी जन वल्लभा गिरिवरधारी, जय यशोदानंदना व्रज जनरंजना, यशोदा व्रज जनरंजना, यशोदानंदना व्रज जनरंजना, यशोदानंदना व्रज जनरंजना, यमुना तीरावनचारी, तीरावन यमुना तीरावनचारी, तीरावनचारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंदा, जय श्री कृष्ण चैतन्य प्रभु नित्यानंदा, श्री अद्वैता गदाधर श्रीवासादि गौर भक्तवृंदा, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा राम हरे हरे, हरे कृष्णा
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama Rama, Hare Jai Krishna Balaram, Jai Krishna Balaram, Krishna Balaram, Jai Krishna Balaram, Jai Krishna Balaram, Jai Krishna Balaram, Krishna Balaram, Jaya Gauranita, Jaya Gauranita, Gauranita, Jaya Gauranita, Jaya Gauranita, Jaya Gauranita, Gauranita, Jaya 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 Prabhupada, 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 Jaya Jaya Prabhupada, 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 Jaya Jaya Gurudev, 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 Jaya Jaya Gurudev, 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 Gurudev. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Jnanatimirandasya Jnananjana Shalakaya Chakshurmilidam Yena Tasmai Shri Guru Namah. അപ്പോൾ ഹരേ കൃഷ്ണ, എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീത ക്ലാസ് അല്ല, ഇന്ന് ശരിക്കും കർക്കിടക വാവ് അല്ലെങ്കിൽ വാവ് ബലി എന്താണ്, അത് എന്തിനനുഷ്ഠിക്കണം, എന്താണ് മരണാനന്തരം ആത്മാവിന് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ കേരളീയർ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, മരിച്ചുപോയ അവരുടെ പൂർവികർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ആചാരം, ഒരു ചടങ്ങാണ് നമ്മൾ കർക്കിടക വാവ് അല്ലെങ്കിൽ വാവ് ബലി എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത്. ശരിക്കും സാധാരണ നിലയിൽ ഒരാൾ അവരുടെ നക്ഷത്രം, അയാളുടെ നക്ഷത്രത്തിൻ്റെ ദിവസം അല്ലെങ്കിൽ അയാൾ മരിച്ച ദിവസത്തിൻ്റെ നക്ഷത്രം, ഈ 2 ദിവസങ്ങളാണ് സാധാരണ ഈ പറയുന്ന ശ്രാദ്ധമൊക്കെ ചെയ്യുന്നത്. പക്ഷെ കോമണായിട്ട് എല്ലാവരും അനുഷ്ഠിക്കുന്ന, അതും മാത്രമല്ല ഏറ്റവും പിതൃക്കൾക്ക് ഐശ്വര്യദായകവും അവർക്ക് സന്തോഷം നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചടങ്ങാണ് കർക്കിടക വാവിൻ്റെ അന്ന് നടത്തുന്ന ഈ ബലി. അപ്പോൾ അമാവാസി ദിവസമായതിനാൽ ഇതിനെ വാവ് ബലി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് ഈ കർക്കിടക മാസം മുതലാണ്. ദേവന്മാരുടെ രാത്രിയായിട്ടാണ് ദക്ഷിണായന കാലത്തെ അറിയപ്പെടുന്നത്. പിതൃക്കൾക്ക് ശാന്തി, സമാധാനം ഒക്കെ കിട്ടാനും അവർക്ക് പുതിയൊരു ജന്മത്തിലേക്ക്, ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്കൊക്കെ പോകാൻ വേണ്ടതായ ചടങ്ങുകൾ കൂടിയാണ് ഈ കർക്കിടക വാവ് ബലി. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന, ഇപ്പോൾ കടപ്പുറത്തൊക്കെ പോയി ചെയ്യുന്ന ആ ചടങ്ങ് എത്രത്തോളം അതിന് സഹായകമാണോ എന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം സഹായമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ മോക്ഷത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. വിഷ്ണു തത്വങ്ങൾ, ഇപ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങിയുള്ള വിഷ്ണു തത്വങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു, ഇവരൊക്കെയാണ് ഈ മോക്ഷത്തിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ
ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ശംഖുമുഖം കടപ്പുറത്ത് ഉദാഹരണം നമ്മൾ അവിടെ പോകണമെന്നിരിക്കട്ടെ. അവിടെ ആയിരക്കണക്കിന് കർമ്മികൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ശാന്തിമഠം, ഐശ്വര്യമഠം എന്നൊക്കെ പറഞ്ഞ് ഓരോ ബാനറൊക്കെ കെട്ടി, ഒരു ചെറിയ പുരയെല്ലാം കെട്ടി, കുറച്ച് എള്ള്, കുറച്ച് ചോറ്, പിന്നെന്താണ് ദർഭപ്പുല്ല്, പൂക്കൾ, വാഴയില, വെള്ളം, ഇതെല്ലാം വെച്ച് ഒരാളും അയാളുടെ അസിസ്റ്റൻ്റായിട്ട് അവിടെ എല്ലാം ധാരാളം പുരകളുണ്ടാക്കി അവർ കാത്തിരിക്കും. ഇങ്ങനെ ഇരയെ കാത്തിരിക്കുന്ന ആൾ വേടനെ പോലെ ഇരിക്കും. പക്ഷേ ഇവരെല്ലാം എത്രത്തോളം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ശരിക്കും ഈ പറഞ്ഞ ശ്രാദ്ധം ചെയ്യാൻ കഴിവുള്ളവരായിട്ടുള്ളത്. പലരും ഒരു ദിവസം കൊണ്ട് വലിയ ഒരു സംഖ്യ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു അർഹതയുമില്ലാത്തവർ, ശരിക്കും ശാസ്ത്രം പറയുന്നതനുസരിച്ച് ദിവസവും 1000 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിക്കാൻ കഴിവുള്ള ബ്രാഹ്മണനായിരിക്കണം ശ്രാദ്ധം ചെയ്യേണ്ടത്. പക്ഷേ 1000 പ്രാവശ്യം പോയിട്ട്, 100 പ്രാവശ്യം പോയിട്ട്, 10 പ്രാവശ്യം പോയിട്ട്, ഒരു പ്രാവശ്യം പോലും ഗായത്രി മന്ത്രം ജപിക്കാത്ത, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം എന്തെന്ന് പോലും അറിയാത്ത പലരും അവിടെ പുരയെല്ലാം കെട്ടി ഒരു തൽക്കാലത്തേക്ക് ഒരു കൂണൂലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ഇത് വിഷ്ണു പ്രസാദം ആയിരിക്കണം ഈ പരേതാത്മാവിന് കൊടുക്കേണ്ടത് ആ ദിവസം. എങ്കിൽ മാത്രമേ അവർക്കത് അവിടെ സ്വീകരിക്കാനും അവർക്ക് അവരുടെ വിശപ്പ് മാറാനും സഹായിക്കുകയുള്ളൂ, അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ സഹായിക്കത്തുള്ളൂ. കാരണം പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 365 ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ കർക്കിടവാവിന് ബലി അർപ്പിക്കുമ്പോൾ അവർക്ക് ഓരോ ദിവസവും എന്ത് കിട്ടുകയാണ്? അവർക്ക് ആഹാരം, അവർക്ക് വിഷ്ണു പ്രസാദം, അവർക്ക് സദ്ഗതിക്ക് വേണ്ടതായ അന്നം കിട്ടുകയാണ് ഈ ചടങ്ങിലൂടെ നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ അർഹതയില്ലാത്ത ധാരാളം പേര് അവിടെ വന്നിരിപ്പുണ്ട്. അവരെല്ലാം എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലി, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ഇവരെ കൊണ്ട് ശ്രാദ്ധം ചെയ്യിച്ച് തർപ്പണമൊക്കെ നടത്തി വിടും. പക്ഷെ അത് യഥാർത്ഥത്തിൽ പിതൃക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന എൻ്റെ തന്നെ സ്വന്തത്തിലുള്ള ഒരാളുണ്ട്. അതിലൊരാൾ പുള്ളി ഇതിനെക്കുറിച്ചൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി ഇതിൻ്റെ ചില മന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഇവിടെയല്ല, പൂവാറെന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളി കടത്തീരത്ത് നിന്നിരുന്ന് ഇതുപോലെ ചടങ്ങൊക്കെ നടത്തി സഹായത്തിന് എൻ്റെ മറ്റൊരു ബന്ധുവിനെ വിളിച്ചു കൊണ്ടുപോയി. ഒരു ദിവസം കൊണ്ട് തന്നെ 30,000 രൂപ വൈകുന്നേരം കളക്ഷൻ കിട്ടി. ഒറ്റയാൾക്കൊരു 2000 രൂപ കൊടുത്ത് ബാക്കിയെല്ലാം ഈ പുള്ളി കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും മറ്റേ ആൾ ചിന്തിച്ചു, ഒരു ദിവസം കൊണ്ട് 27,000 രൂപ പുള്ളിക്കുണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഇത് ചെയ്തുകൂടാ? കാരണം പുള്ളി മറ്റേ ആളൊന്നും പഠിച്ചിട്ടില്ല, ഒരു കൂണൂലിൻ്റെ ചിലവേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇലയും ദർഭയും എള്ളും ഇതൊക്കെ മേടിച്ച് വയ്ക്കണം, കുറച്ച് ചോറും ഉണ്ടാക്കി വയ്ക്കണം. പുള്ളി അടുത്ത വർഷം ഇദ്ദേഹത്തിനെ കാട്ടി വെളുത്ത് പൊക്കമൊക്കെ കൂടിയ ആളാണ് മറ്റേയാൾ. അയാളും ഒരു ഊണൂലൊക്കെ സംഘടിപ്പിച്ച് ഇയാളുടെ അപ്പുറത്തായിട്ട് ചെന്നിരുന്നു. വൈകുന്നേരം അപ്പോൾ 50,000 രൂപ അങ്ങേർക്ക് കളക്ഷൻ. ഈ രണ്ടുപേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ബ്രാഹ്മണരോ ഗായത്രി മന്ത്രം ജപിക്കുന്നവരോ അല്ല. ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത് ചെയ്യരുത്, ഇത് നിങ്ങൾക്ക് ഭയങ്കര തിരിച്ചടി കിട്ടും. കാരണം ഈ പറയുന്ന ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യേണ്ടതെന്നാണ്. അത് അത്ര പവിത്രമായ കാര്യമാണ്. വേറെ നമ്മൾ ഭൗതിക ലോകത്ത് എന്ത് തെറ്റ് ചെയ്താലും അതിന് തിരുത്തുണ്ട്, ഇതിന് തിരുത്തില്ല. കാരണം ഒരു വർഷം അവർ പട്ടിണിയാണ്. അപ്പം അവർക്ക് വിഷമം ഉണ്ടാവും. അവരുടെ മക്കൾ ഒന്നും അവർക്ക് കൊടുത്തില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യരുത്, ഇത് മഹാപാപമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിലൊന്നും ഒരർത്ഥമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുള്ളി അഡ്മിറ്റായി. 2 അറ്റാക്ക്, ഡബിൾ അറ്റാക്ക് വന്ന് കിടന്നു. ഒരു 50,000 കൊണ്ടുപോയി 5 ലക്ഷമായിട്ട് തീർന്നു കിട്ടി. ഇപ്പം സാധാരണ ജോലി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി. അപ്പോൾ ഇത് മറ്റേയാൾ മരിച്ചും പോയി, ആദ്യം തുടങ്ങി വെച്ച ആൾ മരിച്ചും പോയി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്, വെറുതെ അല്ല.
പിതൃക്കൾക്ക് ശാന്തിയും സമാധാനവും അവർക്ക് സന്തോഷമെല്ലാം കൊടുക്കേണ്ട കർമ്മമാണ് ശ്രാദ്ധം. വിഷ്ണു മന്ത്രങ്ങളും വിഷ്ണു പ്രസാദങ്ങളും മാത്രം ആയിരിക്കണം ഇതിന് ഉപയോഗിക്കേണ്ടത്. ഇല്ലം, വല്ലം, നെല്ലി, ഇങ്ങനെ 3 തരം ശ്രാദ്ധങ്ങളെപ്പറ്റി പറയുന്നു. ഇല്ലം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശ്രാദ്ധം ആണ് ഇല്ലം. അവരവരെ വീടുകളിൽ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? വളരെ ശുദ്ധിയായിട്ട് തലേ ദിവസം തന്നെ വീട് പൂർണ്ണമായിട്ടും ശുദ്ധി വരുത്തി ഒരിക്കൽ അന്നത്തെ ദിവസം ആഹാരം ഒരു നേരം മാത്രം കഴിച്ച് ബ്രഹ്മചര്യം പാലിച്ച് തറയിൽ കിടന്നുറങ്ങി അശുദ്ധരായവരെ തൊടാതെ പുതുവസ്ത്രം ധരിച്ച് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഭഗവാന്റെ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് എന്നിട്ട് അച്ഛനാണെങ്കിൽ അച്ഛന് വേണ്ടി അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഈ പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലിയിട്ട് തർപ്പണ മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലിയിട്ട് അവർക്ക് പരിശുദ്ധമായിട്ട് നമ്മൾ വീട്ടിൽ ഭഗവാന് നിവേദിക്കുന്ന പ്രസാദമുണ്ടാക്കുക. ഉള്ളി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഒഴിവാക്കി പ്രസാദമുണ്ടാക്കി അത് ഭഗവാന് നിവേദിച്ചതിന് ശേഷം ആ പ്രസാദം ഈ പരേതാത്മാവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റ് അദ്ദേഹത്തിന് അത് കഴിക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം ആ പ്രസാദത്തിന് എടുത്ത് ആർക്ക് കൊടുക്കണം? കാക്കയ്ക്ക് കൊടുക്കണം. പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒരാളെ വിളിച്ച് വീട്ടിൽ വലിച്ചിരുത്തി അന്നമൂട്ടണം, ആഹാരം കൊടുക്കണം, സദ്യ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ അമ്പലത്തിൽ ഒരു അർച്ചന കഴിപ്പിക്കണം. പറ്റുമെങ്കിൽ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ ഭഗവത്ഭരിതമായ സേവനങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വീടുകളിൽ ചെയ്യേണ്ടത്. പിന്നെ തിരുവല്ലം നമുക്കറിയാം, തിരുവല്ലത്ത് പരശുരാമ ക്ഷേത്രം. പരശുരാമനാണ് ഈ പിതൃതർപ്പണം അല്ലെങ്കിൽ ശ്രാദ്ധമെല്ലാം തുടങ്ങി വെച്ച ആൾ. അതിനു മുമ്പ് വരെ ശ്രാദ്ധം ഇല്ലായിരുന്നു. തൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ കാർത്തവീരാർജുനൻ വന്നിട്ട് വെട്ടിക്കൊല്ലുന്നതാണ്. എന്തിനാണ്? ജമദഗ്നി വളർത്തുന്ന പശുവിനെ, കാമധേനുവിനെ വേണ്ടി. അങ്ങനെ കാമധേനുവിനെ കൊണ്ടുപോയി പരശുരാമൻ തിരികെ കൊണ്ടുവന്നു. ആ ദേഷ്യം തീർക്കാനായിട്ട് കാർത്തവീരാർജുനൻ വന്നിട്ട് ജമദഗ്നി മഹർഷിയെ വെട്ടിക്കൊല്ലുന്നു. അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ വിളി കണ്ട് സഹിക്കാഞ്ഞ് ഈ ക്ഷത്രിയരെ മൊത്തം 21 വട്ടം ചുറ്റി ഭൂമി മൊത്തം ചുറ്റി ഞാൻ വെട്ടിക്കൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്തതുകൊണ്ട് പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം നടത്തി. അക്കാലത്ത് ക്ഷത്രിയർ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അങ്ങനെ ക്ഷത്രിയ നിഗ്രഹമൊക്കെ നടത്തി അവരുടെ രക്തം കൊണ്ടാണ് ആദ്യമായിട്ട് പരശുരാമൻ ജമദഗ്നി മഹർഷിക്ക് പിതൃതർപ്പണം ചെയ്യുന്നത്. അന്ന് മുതൽക്കാണ് തർപ്പണം വരുന്നത്. എന്തായാലും നമ്മൾ തിരുവല്ലം, പിന്നെ തിരുനെല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് വയനാടാണ് തിരുനെല്ലി ക്ഷേത്രം. ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവായ ദശരഥന് വേണ്ടി തർപ്പണം ചെയ്ത സ്ഥലമാണ് തിരുനെല്ലി. തിരുവല്ലത്ത് ശങ്കരാചാര്യർ തൻ്റെ അമ്മയ്ക്കായിട്ട് ഗംഗാദേവിയെ ക്ഷണിച്ചു വരുത്തി തർപ്പണം ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇവിടെ തിരുവല്ലം. അപ്പം ഇങ്ങനെ തിരുവല്ലം, തിരുനെല്ലി, പിന്നെ കൂടാതെ വിഷ്ണു ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ, മറ്റ് ഭഗവാന്റെ ക്ഷേത്രങ്ങളിലെല്ലാം നമുക്ക് ഈ ശ്രാദ്ധകർമ്മം ചെയ്യാം. ഇതിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നെയ്യ്, ഫലങ്ങൾ, പൂവുകൾ, കറുത്ത എള്ള് അത് നിർബന്ധമാണ്. പിന്നെ പവിത്രം, ദർഭ കൊണ്ടുള്ള മോതിരം, പിന്നെ അന്നം, വാഴയില, വെള്ളം, പൂവ്, ഇതങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ശ്രാദ്ധത്തിന് വേണ്ടത്. ഈ വാവുബലി എല്ലാവരും നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി, പിതൃക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മാത്രമല്ല അവരുടെ മുൻ തലമുറകൾക്കും ഇത് സഹായകമാകും. കാരണം എല്ലാവരും ഭക്തരല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ അവരെല്ലാം ചിലപ്പോൾ പിതൃലോകത്തുണ്ടാകാം. പിതൃലോകത്തുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യുന്ന ഈ തർപ്പണം, ശ്രാദ്ധം അവർക്ക് അവരുടെ ഒരു ദിവസത്തെ ആഹാരമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് സന്തോഷം, സമാധാനം ഉണ്ടാവും. മറിച്ച് ഇത് ചെയ്യാതെ ഇതെല്ലാം വെറുതെയാണ്, ഇതിലൊന്നും ഒരർത്ഥമില്ല, മരിച്ച ആളങ്ങ് പോയി, ബാക്കി ജീവിച്ചിരിക്കുന്നവർ സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ മതി, ഇങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ, ഭൗതിക സിദ്ധാന്തങ്ങളിൽ ജീവിക്കുന്നവർക്ക് വീട്ടിൽ സമാധാനമില്ലായ്മ, കുടുംബകലഹം, മക്കൾ താന്തോന്നിവാസത്തിൽ ജീവിക്കും. ഇങ്ങനെയുള്ള പല കടബാധ്യതകൾ, എന്തിനും തടസ്സങ്ങൾ. ചിലപ്പോൾ ജാതകവശാൽ ഗജകേസരി യോഗമൊക്കെ കാണും. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും. എന്താണ്? ഈ പിതൃക്കളുടെ അവരുടെ അസംതൃപ്തി, അവരുടെ സന്തോഷമില്ലായ്മ ഈ കുടുംബത്തിന് ബാധിക്കും.
അപ്പോൾ അതുകൊണ്ട് ബാഹുബലി വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് 3 തരത്തിലുള്ള കടങ്ങളാണ് ഈ പ്രപഞ്ചത്തിലോടുള്ളത്. ഒന്ന് ഈശ്വരനോട്, ഭഗവാനോടും ദേവന്മാരോടുമുള്ള കടപ്പാടുകൾ. 2 ഋഷി സമൂഹത്തിനോടുള്ള കടപ്പാട്. 3 നമ്മുടെ പിതൃക്കളോടുള്ള കടപ്പാട്. ഈ 3 പേരുള്ള കടപ്പാടും നമുക്ക് ഒരിക്കലും തീർക്കാനേ പറ്റില്ല. പക്ഷേ നമ്മൾ കാണിക്കുന്ന ഈ തർപ്പണത്തിലൂടെ അല്ലെങ്കിൽ ആ ബാഹുബലിയിലുള്ള പിണ്ഡസമർപ്പണത്തിലൂടെ ചെയ്യുന്നത് ഒരു നന്ദി പ്രകടിപ്പിക്കൽ മാത്രമാണ്. നമ്മുടെ കടമയോ അല്ലെങ്കിൽ നമ്മുടെ കടപ്പാടോ ഒരിക്കലും തീരില്ല. തർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആഗസ്റ്റ് 15 നമ്മൾ കൊടി ഉയർത്താറുണ്ട് അല്ലേ? ദേശീയ പതാക ഉയർത്തി നമ്മളതിനെ വന്ദിച്ച് സല്യൂട്ടൊക്കെ ചെയ്ത് ദേശീയ ഗാനമെല്ലാം പാടി പൂക്കളൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇടും അല്ലേ? ഇതാണ് നമ്മൾ ഭാരതാംബയെ നമ്മൾ അവിടെ സ്മരിക്കുകയാണ്, വന്ദിക്കുകയാണ്. അതുപോലെ നമ്മുടെ പിതൃക്കളെ നമ്മൾ വന്ദിക്കാനും സ്മരിക്കാനും അവർക്ക് എന്തെങ്കിലും സമർപ്പിക്കാനും വേണ്ടതായ ദിവസമാണ് ഈ കർക്കിടക ബലി. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള സാധനങ്ങൾ കൊണ്ടാണ് തർപ്പണം ചെയ്യേണ്ടത്. ഇടത് കൈയിൽ വെള്ളമെടുത്ത് വലത് കൈയിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് തർപ്പണം ചെയ്യുന്നത്. ഇപ്പോൾ ദേവന്മാരെ പറ്റിയാണെങ്കിൽ ദേവാഹ തർപ്പയാമി, വേദാഹ തർപ്പയാമി, വൃക്ഷായ തർപ്പയാമി, വിപ്രായ തർപ്പയാമി, ഇങ്ങനെ മന്ത്രങ്ങൾ പറഞ്ഞു വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ഓരോ ഐറ്റവും ഇങ്ങനെ ഇടത് കൈയിൽ നിന്നും വലത് കൈയിലേക്ക് ഇട്ട് തന്നെ നമുക്ക് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. ഒരു കർമ്മയുടെ ആവശ്യവും ഇല്ല. എല്ലായ്പ്പോഴും ഭഗവാന്റെ മന്ത്രം നമ്മൾ ആദ്യവും അവസാനവും ചൊല്ലിയിരിക്കണം. പ്രത്യേകിച്ച് മോക്ഷമന്ത്രമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം. പിന്നെ അടുത്ത എന്താണ്? മുനിമാരെ വേണ്ടിയുള്ള തർപ്പണമാണെങ്കിൽ ഓരോ മുനിമാരെയും വസിഷ്ഠ തർപ്പയാമി അവിടെ 2 പ്രാവശ്യം തർപ്പയാമി എന്നുള്ളത് 2 പ്രാവശ്യം പറയണം. ഓരോ മുനിമാരെയും സ്മരിച്ചുകൊണ്ട് അവർക്ക് തർപ്പണം ചെയ്യാം. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന മരിച്ചു പോയ അവരെയൊക്കെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണം? ഇത് ഇവരോടൊക്കെയുള്ള കടപ്പാടാണ്. അവരെ ചെറുതാക്കലല്ല, അവരെയൊക്കെ ബഹുമാനിക്കലാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിതൃക്കളെ കുളിച്ച് നമ്മൾ ഈറൻ വസ്ത്രത്തോടു കൂടി കിഴക്കോട്ട് തിരിഞ്ഞ് മുട്ടുകുത്തിയിരുന്ന് വേണം ഈ പിതൃതർപ്പണം ചെയ്യേണ്ടത്. പിതരാം തർപ്പയാമി, പിതാമഹം തർപ്പയാമി, പ്രപിതാമഹം തർപ്പയാമി എന്ന് ഉള്ള മന്ത്രമാണ് നമ്മൾ പറഞ്ഞ് ചൊല്ലുന്നത്. അതിനു മുമ്പ് ഭഗവാന്റെ മന്ത്രം ജപിച്ചിരിക്കണം. അമ്മയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മാതാരാം പിതാമഹിം, മാതൃപിതാമഹിം, മാതൃപ്രപിതാമഹിം, മഹാം എന്നുള്ളത് മഹിം എന്ന് ചേർത്ത് വേണം പറയേണ്ടത്. ഇനി ഭർത്താവ് മരിച്ചവർക്കാണെങ്കിൽ ആത്മഭർത്താരം തർപ്പയാമി എന്ന് പറഞ്ഞ് വേണം ശ്രാദ്ധം മുട്ടാൻ. ഭാര്യ മരിച്ചവർക്കാണെങ്കിൽ ഭർത്താവ് ആത്മപത്നിൻ തർപ്പയാമി എന്നും, പുത്രൻ മരിച്ചാൽ ആത്മപുത്രം തർപ്പയാമി, പുത്രിക്കാണെങ്കിൽ ആത്മപുത്രിൻ തർപ്പയാമി. ഇനി അച്ഛൻ്റെ സഹോദരനാണെങ്കിൽ പിതൃഭ്രാതാരാം തർപ്പയാമി, അച്ഛൻ്റെ സഹോദരിക്കാണെങ്കിൽ പിതൃഭഗിനി തർപ്പയാമി, അമ്മയുടെ സഹോദരനാണെങ്കിൽ മാതുല തർപ്പയാമി, അമ്മയുടെ സഹോദരിക്കാണെങ്കിൽ മാതൃഭഗിനി തർപ്പയാമി. ഇനി സ്വന്തം സഹോദരനാണെങ്കിൽ ആത്മഭ്രാതാരം തർപ്പയാമി, സഹോദരിക്കാണെങ്കിൽ ആത്മഭഗിനി തർപ്പയാമി. ഇതിൻ്റെ എല്ലാം മുമ്പ് ഭഗവാന്റെ മന്ത്രം, ഒപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ച് വേണം നിർത്താൻ. 2 തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പിതൃക്കളിൽ നിന്ന് വരുന്നത്. ഒന്ന് പിതൃശാപം. പിതൃശാപം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിതൃക്കൾ നമ്മളെ ശപിച്ചതാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. പിതൃക്കൾ നമ്മുടെ മുൻജന്മത്തിൽ നമ്മുടെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്ന മുൻകാലത്തുണ്ടായിരുന്നവർ മനുഷ്യരോടോ അല്ലെങ്കിൽ മൃഗങ്ങളോടോ അല്ലെങ്കിൽ പക്ഷികളോടോ ഇവരെയൊക്കെ എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ജീവികളെ വളർത്തി പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തിയൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം, അപ്പോൾ ആ പാപം അവർ മരിക്കുന്നതിന് മുമ്പ് തീർത്തിട്ടില്ലെങ്കിൽ, ആ പാപഫലം തീർത്തിട്ടില്ലെങ്കിൽ അതെന്തു പറ്റും? അവരുടെ സൗഭാഗ്യം, അവരുടെ സ്വത്തുവകകൾ നമുക്ക് വന്ന് കിട്ടുന്നത് പോലെ അവരുടെ ശാപങ്ങളും ആർക്ക് കിട്ടും? നമുക്ക് അവരുടെ സ്വത്തും പണവും ഒക്കെ വാങ്ങാമെങ്കിൽ അവരുടെ പാവങ്ങളും നമ്മൾ വാങ്ങിയേ പറ്റും. അല്ലാതെ അവർ ചെയ്തെങ്കിൽ അവരനുഭവിച്ചോട്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെ ഉള്ളതാണ് പിതൃശാപം. അല്ല, പിതൃക്കൾ ശപിച്ചതല്ല, പിതൃക്കൾ ചെയ്തു വച്ച പാപങ്ങളുടെ ആ പാപമംഗലമായ ആ കർമ്മങ്ങളുടെ ഫലം അവർ ആ പാപത്തിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ശാപമായിട്ട് മാറും. പിന്നെ അടുത്തത് എന്താണ്? പിതൃദോഷം. ആ പിതൃദോഷമാണ് ഇപ്പോൾ മരിച്ചതിന് ശേഷം നാം ചെയ്യേണ്ട കടമകൾ. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ധാരാളം മരണാനന്തര ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഈ ആധുനിക കാലത്ത് പൊതുവിൽ എല്ലാവരും സ്പീഡ് ലൈഫാണ്, ആർക്കും സമയമില്ല. ഇപ്പം മക്കളൊക്കെ പലപ്പോഴും അമേരിക്കയിലോ കാനഡയിലോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ലീവൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും പറയും പെട്ടെന്ന് നടത്തിയിട്ടങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ടൊക്കെ എല്ലാ ചടങ്ങുമൊക്കെ തീർത്തിട്ട് പോകാൻ പറയും. അങ്ങനെ പല കാര്യങ്ങളും പല കർമ്മങ്ങളും ഇവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ പിതൃക്കൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പിതൃദോഷമായിട്ട് മാറുകയും നിങ്ങളുടെ കുടുംബത്തിൽ ധനപരമായിട്ടും മാനസികപരമായിട്ടും കുടുംബപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളുമൊക്കെ നിങ്ങളെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കും. ചെറിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പക്ഷേ അത് നിങ്ങൾക്ക് വലിയ വലിയ ചിലവുണ്ടാക്കുന്ന മഹാസുദർശന ഹോമം പോലുള്ള ഹോമങ്ങൾ 50,000 60,000 ഒക്കെ മുടക്കി നിങ്ങൾ ചെയ്യേണ്ടി വരും പിൽക്കാലത്ത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദുരിതം ഒരിക്കലും മാറില്ല. പ്രശ്നങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും ഒക്കെ നിങ്ങളെ വല്ലാണ്ട് വലച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ജീവിതത്തിൽ ആരെയും ഒന്നും ദ്രോഹിച്ചില്ല, വളരെ സത്യസന്ധരായിട്ട് ധർമ്മിഷ്ഠനായിട്ടൊക്കെ ജീവിക്കുന്നു, പക്ഷേ എനിക്ക് എന്നും പ്രശ്നങ്ങളാണ്, ഞാൻ ഈ പറയുന്ന എല്ലാം നല്ല രീതിയിൽ ജീവിച്ചിട്ടും എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോൾ ജാതകമെടുത്ത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് നോക്കിയാൽ മതി. അയാൾ നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് പിതൃക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. അവിടെയാണ് ഗജകേസരി യോഗമൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. ഇനി എന്തൊരു യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ദുരിതങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? ഇതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടരുണ്ട്. ആരാണ് അത്? പരിശുദ്ധ ഭക്തനായിരിക്കണം. പരിശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു ബാധ്യതയുമില്ല. പിതൃക്കളോടില്ല, ദേവന്മാരോടില്ല, ഒരു സമൂഹത്തിനോടുമില്ല, ഭഗവാനോട് മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഉദാഹരണത്തിന് നരസിംഹമൂർത്തിയെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ വരുന്നു. പ്രഹ്ലാദൻ്റെ അടുത്ത് ഹിരണ്യകശിപു ചോദിക്കുന്നു, നിൻ്റെ ഭഗവാൻ എവിടെയാണ് ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ സരാചരങ്ങളിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ തൂണിലുമുണ്ട് എന്ന് പറയുകയും ആ തൂണിനെ ഗദ കൊണ്ട് അടിച്ച് തകർക്കുമ്പോൾ അതിനകത്തു നിന്നും ആര് വരും? നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടി ഹിരണ്യകശിപു ബ്രഹ്മദേവനിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള എല്ലാ വരങ്ങളും തെറ്റിക്കാതെ, എന്ന് പറഞ്ഞാൽ ത്രിസന്ധിക്കാണ്. അതുകൊണ്ട് തന്നെ രാത്രിയല്ല പകലല്ല നേരെ കൊണ്ടുവന്ന് കട്ടളപ്പടി വാതിൽക്കൽ ഇരുന്നു കൊണ്ട്, അകത്തുമല്ല പുറത്തുമല്ല, പിന്നെ മടിയിൽ കിടത്തി, ആകാശത്തുമല്ല ഭൂമിയിലുമല്ല, നരസിംഹമൂർത്തി മനുഷ്യനുമല്ല മൃഗവുമല്ല. ഇങ്ങനെ എന്തൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഹിരണ്യകശിപു ബ്രഹ്മദേവനിൽ നിന്നും വരം വാങ്ങിച്ചോ ആ വരങ്ങളത്തിന് എല്ലാം കണുകിട തെറ്റാതെ ഭഗവാൻ അതിബുദ്ധിപൂർവം അദ്ദേഹം നരസിംഹമൂർത്തിയായിട്ട് വന്ന് ഹിരണ്യകശിപുവിനെ വലിച്ച് കീറി ഒരു ഓപ്പറേഷൻ നടത്തി. അവസാനം അദ്ദേഹം പ്രഹ്ലാദനെ വിളിച്ചു മടിയിലിരുത്തി. എന്നിട്ട് പറയും, ചോദിച്ചോളൂ, നിനക്ക് എന്ത് വരം വേണമെങ്കിലും തരാം എന്ന് പറയും. അപ്പോൾ പ്രഹ്ലാദമൂർത്തി പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞു, അങ്ങയുടെ മടിയിലിരിക്കാൻ കഴിഞ്ഞു, ഇതിലപ്പുറം എനിക്ക് എന്താണ് വേണ്ടത്, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, ഇല്ല, നീ എന്തെങ്കിലും ചോദിച്ചേ പറ്റുള്ളൂ. നീ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച ഒരാളില്ല ഈ ലോകത്ത്. അതുകൊണ്ട് നിന്നോട് എനിക്ക് അത്രത്തോളം സ്നേഹവും കടപ്പാടുമുണ്ട്. അതുകൊണ്ട് നീ ഒരു വരം ചോദിച്ചേ പറ്റൂ എന്ന് പറയും. അപ്പോൾ പ്രഹ്ലാദമൂർത്തി പറയും, എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ചൊരു ചെറിയ ടെൻഷനുണ്ട്. കാരണം അദ്ദേഹം മഹാക്രൂരനായിരുന്നു, ഭക്തന്മാരെ ദ്രോഹിച്ചിരുന്നു, വളരെയധികം ആൾക്കാരെ കൊന്നിട്ടുണ്ട്, വളരെയധികം സാധുക്കളെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അച്ഛന് ഒരിക്കലും സദ്ഗതി കിട്ടില്ല, അദ്ദേഹത്തിന് നരകം ഉറപ്പാണ്.
എൻ്റെ അച്ഛനായിപ്പോയി, എൻ്റെ അച്ഛൻ നരകത്തിൽ പോയി വീഴേണ്ട ആളാണല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പ്രഹ്ലാദൻ പറയുമ്പോൾ ഭഗവാൻ പറയും, നീ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. നീ പരിശുദ്ധ ഭക്തനായതുകൊണ്ട് തന്നെ നിൻ്റെ 7 തലമുറ മുന്നിലും 7 തലമുറ പിന്നിലുമുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി മോക്ഷം ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ എവിടെ പോവും? നേരെ വൈകുണ്ഠത്ത് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഭക്തനാണെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട. പക്ഷെ ആദ്യം സ്വയം ഭക്തനാണോ എന്നുള്ളത് ഉറപ്പിക്കണം. പിന്നെന്താ പറയണ? എള്ളാണ് പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കേണ്ട സാധനം. പൂവ്, വെള്ളം, ഇങ്ങനെ ധാരാളം സാധനങ്ങൾ വെച്ചാണ് തിലഹോമം ചെയ്യേണ്ടത്. വർഷത്തിൽ 1 പ്രാവശ്യം തിലഹോമം ചെയ്യണം. അതിലൂടെയും പിതൃക്കളുടെ ആശീർവാദവും സ്നേഹമൊക്കെ നമുക്ക് ലഭിക്കും. പിതൃദോഷം മാറാനും ദുർമരണം സംഭവിച്ചവർക്കും വേണ്ടി ജാതകം നോക്കി തിലഹോമം ചെയ്യണം. അത് വീട്ടിലെ തടസ്സങ്ങളൊക്കെ മാറ്റി അശാന്തിയൊക്കെ മാറ്റിത്തരും. പിന്നെന്താണ്? നമ്മുടെ മുൻജന്മ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ആത്മാവ് പഴയ ശരീരം, ഒരു പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് നമ്മുടെ വേറൊരു ശരീരം സ്വീകരിക്കുന്നതാണ് എന്തെന്ന്? മരണം. നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കുള്ള യാത്രയാണ് മരണം. മരണം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനം അല്ല. നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കണം എന്താണ്? അയ്യോ മരിച്ചതോടുകൂടി പോയി ഇനി ഇല്ല എന്നാണ്. പക്ഷേ ഇനിയും ഉണ്ട്. ഇല്ലാതാവുന്നത് എപ്പോഴാണ്? തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്. അതുവരെ അദ്ദേഹം ഈ ഭൗതിക ലോകത്ത് തന്നെ ഉണ്ടാകും. എങ്ങനെ? സ്വന്തം മുൻജന്മ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി ജനിച്ചും മരിച്ചും ഇങ്ങനെ കഴിയേണ്ടി വരും. ചന്ദ്രനും ഭൂമിക്കും ഇടയിലുള്ള ലോകമാണ് പിതൃലോകം. മരണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജീവിതത്തിലെ ഒരു സന്ദർഭമാണ്. ആയിരക്കണക്കിന് തേളുകൾ നമ്മളെ ഒരുമിച്ച് കടിച്ചാലുണ്ടാകുന്ന വേദനയായിരിക്കും മരണത്തിലൂടെ ഒരാൾ അനുഭവിക്കുന്നത്. ആ സമയത്ത് യമരാജാവിൻ്റെ 3 കിങ്കരന്മാർ വരും. അവരെ കാണുമ്പോൾ തന്നെ ഈ ആത്മാവ് പേടിച്ച് നിലവിളിക്കും, കരയും, ചിലപ്പോൾ 1, 2 സംഭവിക്കും. അന്തരീക്ഷത്തിന് തന്നെ വല്ലാത്ത മാറ്റമുണ്ടാകും. പശുക്കളൊക്കെ വല്ലാണ്ട് അമറും, പട്ടികൾ ഓരിയിടും, പക്ഷികൾ ചിറകടിച്ച് പറന്നു പോകും. അത്ര ഭീകരമായ ഒരു സാഹചര്യമാണ് ഒരാളുടെ അടുത്തേക്ക് മരണം എത്തുന്നത്. മരണം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഈ ഭൗതിക ലോകത്തിനോടും സ്വന്തം ബന്ധുക്കളോടും നമ്മളുണ്ടാക്കിയ പണത്തിനോടും വസ്തുവകകളോടും കാറിനോടുമൊക്കെ അമിതമായ ആസക്തി ഉള്ളവന് മരണം വളരെ വേദന നൽകും. മറിച്ച് ഇതെല്ലാം എൻ്റേതല്ല, ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകേണ്ടവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ഇതിനൊന്നും വലിയ ആസക്തി, അമിതമായ താല്പര്യം കൊടുക്കാതെ ജീവിക്കുന്ന ഒരാൾക്ക് വളരെ ദുഃഖകരമല്ലാത്ത ഒരു സംഭവമായിട്ടാണ് മരണം മാറുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുൽക്കൊടിയും ഒരു അരയാലും പോലെയാണ് അതിനെ പറയുന്നത്. ഒരു പുൽക്കൊടിയെ നമ്മൾ മണ്ണിൽ നിന്നും പിഴുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഈസിയായിട്ട് നമുക്കതിനെ ഊരിയെടുക്കാം, അല്ലേ? മറിച്ച് ഒരു അരയാലും വീഴുമ്പോഴെങ്ങനെയായിരിക്കും? അതിൻ്റെ വേരുകൾ ചിലപ്പോൾ ഒരു ഗ്രാമം തന്നെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പല ഭാഗത്തേക്കും വേരുകൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടാവും. അത് ആ അരയാൽ നിൽക്കുന്ന എത്രയോ ഏക്കർ സ്ഥലം തന്നെ ഇളക്കി മറിച്ചുകൊണ്ടായിരിക്കും അത് മറിഞ്ഞ് വീഴുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് അമിതമായ സ്വന്തം ബന്ധുക്കളോടും നമ്മളുണ്ടാക്കിയ ഭൗതിക വസ്തുക്കളോടും പണത്തിനോടും ഒക്കെ ആസക്തി ഉള്ളവന് മരണം വളരെയധികം വേദന നൽകും. പക്ഷേ ആസക്തി ഇല്ലാതെ ഭക്തിപരിതമായി ജീവിക്കുന്നതിന് മരണം എന്ന് പറയുന്നത് വളരെ ദുഃഖം നൽകാത്ത ഒരു സംഭവമായിട്ടാണ് മാറുന്നത്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അല്ല. ഭക്തന് മരണം ഒട്ടും വേദനയോ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും നൽകുന്നതല്ല. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും. കാരണം എന്താണ്? ഭക്തൻ അങ്ങോട്ടാണ് പോകുന്നത്? ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. സാധാരണ ഭക്തർ
ഭഗവാന്റെ വൈകുണ്ഠധാമങ്ങളിലേക്കും, ബ്രഹ്മവാദികൾ ഭഗവാന്റെ ബ്രഹ്മത്തിലേക്കും, ഭഗവാന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രഭയിലേക്കും, ഇനി പരിശുദ്ധ കൃഷ്ണഭക്തർ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്കുമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മരണം എന്ന് പറയുന്നത് ഒരു ദുഃഖകരമായ ചിന്തയോ അവസ്ഥയോ ഒന്നും അല്ല. പുണ്യം ചെയ്ത ആൾക്കാർ എവിടെ ചെല്ലും? സ്വർഗലോകങ്ങളിൽ പോകും. പാപികൾ നരകത്തിലേക്ക് പോകും. ഭക്തന്മാർ ഭഗവാന്റെ ധാമത്തിലേക്കും പോകും. സ്വർഗം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾ, സെമിറ്റിക് മതങ്ങളൊക്കെ സ്വർഗത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളും സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ഭക്തർക്കറിയാം സ്വർഗം എന്ന് പറയുന്നത് നിസാരമാണ്. എന്തുകൊണ്ടാണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മുടെ പുണ്യം ഉള്ള കാലത്തോളം മാത്രമേ നമുക്ക് സ്വർഗത്ത് ജീവിക്കാൻ കഴിയൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോരും? നേരെ ഇവിടെ തന്നെ വന്ന് വീഴും. അപ്പോൾ നമ്മുടെ കയ്യിൽ സീറോ ബാങ്ക് ബാലൻസ്, പുണ്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് വീണ്ടും ദരിദ്ര കുടുംബത്തിലോ രോഗികളുടെ കുടുംബത്തിലോ ഏറ്റവും താഴേക്കിടെയുള്ള മൃഗങ്ങളായിട്ടോ അങ്ങനെയൊക്കെ ജനിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആരും സ്വർഗത്ത് പോകാനല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ഭഗവാന്റെ അടുത്തേക്ക്, ജനന മരണ ചക്രങ്ങളില്ലാത്ത ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിരിക്കണം നമ്മുടെ ഉദ്യമം. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇന്ദ്രിയം ഏതാണോ അതിലൂടെയാണ് സാധാരണക്കാരുടെ ജീവൻ പുറത്തേക്ക് പോകുന്നത്. കൂടുതൽ സംസാരിക്കുന്ന വായാടികൾക്കൊക്കെ വായിലൂടെ പോകും. കണ്ണുകൾ കൊണ്ട് കൂടുതൽ എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി, അങ്ങനെ കണ്ണുകൾ കൂടുതൽ ഉപയോഗിച്ചവൻ്റെ കണ്ണിലൂടെ ആയിരിക്കും ആത്മാവ് പുറത്തേക്ക് പോകുന്നത്. ലൈംഗിക താല്പര്യം കൊണ്ട് ജീവിച്ചവർക്കൊക്കെ ഇന്ദ്രിയങ്ങളിൽ, അവരുടെ ലൈംഗിക ഇന്ദ്രിയങ്ങളിലൂടെ ആയിരിക്കും ആത്മാവ് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഒരു യോഗിക്ക് ബ്രഹ്മരന്ധ്രം, നമ്മുടെ തലയുടെ നടുക്കുള്ള ബ്രഹ്മരന്ധ്രം പുലർന്ന് അതിലൂടെ ഭഗവാന്റെ ബ്രഹ്മത്തിലേക്ക് പോകും. പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇതൊന്നും ബാധകമേ അല്ല. അപ്പോൾ പുണ്യം കിട്ടിയവർ എവിടെ പോകും? സ്വർഗലോകത്ത് പോകും. ഭക്തന്മാർ ഭഗവാന്റെ ധാമത്തിൽ പോകും. ഇനിയുള്ളതാണ് കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലം നരകം. എന്താണ് നരകം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മരണവും കുറിച്ചിട്ടുണ്ട്. അപ്പോൾ മരിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ കൊണ്ടുപോകാൻ വേണ്ടി 3 പേര് വരുമെന്ന് ഞാൻ പറഞ്ഞു. അവർ വരുമ്പോൾ തന്നെ പ്രകൃതിക്കും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ആത്മാവിനെ അവർ ആ സമയമാകുമ്പോൾ വലിച്ച് പുറത്തേക്കിടും. നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോകാൻ നമ്മൾ ഒട്ടും സമ്മതിക്കില്ല. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. ചിലർ സ്വന്തം ദേഹം തന്നെ അള്ളി മാന്തിയൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ആത്മാവ് പുറത്തേക്ക് വന്നാലും മരിച്ചതായിട്ട് സ്വയം അംഗീകരിക്കില്ല. എന്ന് മാത്രമല്ല, ഈ ആത്മാവ് ഈ ശരീരത്തിലേക്ക് തിരികെ കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്രത്തോളം ആസക്തിയാണ് ആ മൃതദേഹത്തിനോട്, ആ സ്വന്തം ശരീരത്തിനോട് അത്ര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ശരീരത്തിലേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കും. പക്ഷെ നടക്കില്ല. അപ്പോൾ ഇതെല്ലാം നോക്കി മറ്റവർ ചിരിച്ചുകൊണ്ട് നിൽക്കും, ഇവൻ്റെ വിപ്രാളവും വ്യാപരാതിയൊക്കെ കണ്ട്. എന്നിട്ട് എന്തു ചെയ്യും? അവർ നേരെ ഇദ്ദേഹത്തിനെ വിളിച്ച് വരാൻ പറയും, പോകാമെന്ന് പറയും. സമ്മതിക്കില്ല. അവർ ഒരിക്കലും പോകാൻ സമ്മതിക്കില്ല. സ്വന്തം ഭാര്യ, മക്കൾ, കുട്ടികളെല്ലാം കരയുന്നത്, സുഹൃത്തുക്കളൊക്കെ വന്ന് കരയുന്നതൊക്കെ കാണും. അപ്പം എന്തിനവർ കരയണം എന്നൊക്കെ ചിന്തിക്കുമെങ്കിലും പിന്നെ മനസ്സിലാക്കും, താൻ മരിച്ചു പോയെന്നുള്ള കാര്യം മനസ്സിലാകും. അങ്ങനെ ഈ ആത്മാവിനെ ഇവരെ ഈ വന്ന ആൾക്കാർ നേരെ മുകളിലോട്ട് കൊണ്ടുപോകും. മനസ്സിൻ്റെ വേഗതയിൽ എവിടെ കൊണ്ടുപോകും? യമരാജാവിൻ്റെ അടുക്കലെത്തും. നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോൾ അമേരിക്ക നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെത്തിയില്ലേ? അതുപോലെ
മനസ്സിൻ്റെ വേഗതയിൽ എവിടെ എത്തും? യമലോകത്തെത്തി. യമലോകത്തെത്തി അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ട ഉടൻ തന്നെ യമരാജ് പറയും, വിട്ടയ്ക്കാൻ പറയും. എവിടെ? പുള്ളിയുടെ വീട്ടിൽ തന്നെ വിട്ടയ്ക്ക്. പുള്ളിയുടെ ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ യഥാർത്ഥ സ്നേഹം എത്രയുണ്ടെന്ന് ഇയാളൊന്ന് അറിയട്ടെ, എന്നിട്ട് കൊണ്ടുവന്നാൽ മതി. ഒരു 16 ദിവസം അവിടെ നീ വിട്ടേക്കാൻ പറയും. അങ്ങനെ മനസ്സിൻ്റെ വേഗതയിൽ തന്നെ ആര് നേരെ തിരിച്ച് ഭൂമിയിലെത്തും. ഇവിടെ 10 അടി ഉയരത്തിൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും, ആ ആളിൻ്റെ വീട്ടിൻ്റെ ചുറ്റും ആള് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? വളരെ സൂക്ഷ്മ ശരീരിയായിട്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ ആ സൂക്ഷ്മ ശരീരത്തിനോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാവും, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരം വേണം. ശരീരമില്ല. അതുകൊണ്ട് തന്നെ കരയാൻ പറ്റില്ല. കരയുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരില്ല. മക്കളൊക്കെ ഇരുന്ന് മൊബൈൽ കുത്തുന്നത് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്നോടുള്ള സ്നേഹമെന്ന് ഇദ്ദേഹം മനസ്സുകൊണ്ട് കരുതും. അങ്ങനെ എല്ലാവരെക്കുറിച്ചും ഇദ്ദേഹം മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ മരണത്തിന് ചെല്ലുന്നവർ ആ മരിച്ച ആളെക്കുറിച്ച് എന്തെങ്കിലും 2 നല്ല വാക്ക് പറഞ്ഞിട്ട് പോകണമെന്ന് പറയുന്നത്. അത് എപ്പോൾ പ്രയോജനം ചെയ്യുമെന്ന് വെച്ചാൽ, ഇയാൾക്കൊരു വിചാരണയുണ്ട് യമലോകത്ത്. ആ സമയത്ത് ഇയാളെക്കുറിച്ച് വീട്ടിൽ എന്ത് സംസാരിച്ചു, ഹരേ കൃഷ്ണ ഹരിബോൾ, ഈ പരേതാത്മാവിനെക്കുറിച്ച് ഭൂമിയിൽ അവസാന ദിവസം എന്ത് സംസാരിച്ചു, എന്ത് പ്രവർത്തിച്ചു, ആ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നുള്ള ഇതിനെക്കുറിച്ച് യമരാജ് ചോദിക്കും. അപ്പോൾ അവിടെ ഹരിനാമ സങ്കീർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഭാഗവതം, രാമായണം ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രസാദം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് സ്പെഷ്യൽ പരിഗണന കിട്ടും. മറിച്ച് അവിടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ പറഞ്ഞ മൊബൈലൊക്കെ എല്ലാവരും മൊബൈലിലൊക്കെ ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റും കിട്ടില്ല. അങ്ങനെ അദ്ദേഹം 10 ദിവസം ഇവിടെ ഉണ്ടാവും. മരിച്ചു, ശവം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോയിട്ട് നമുക്ക് അതിൻ്റെ തല മുതൽ പാദം വരെയുള്ള അസ്ഥികളിൽ നിന്നും കുറച്ച് അസ്ഥികൾ നമുക്ക് തരും. ആ അസ്ഥികൾ കൊണ്ടുവന്ന് പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവുമായി ബന്ധപ്പെട്ടുള്ള 5 ഐറ്റങ്ങൾ: പാല്, തൈര്, നെയ്യ്, വെണ്ണ, ചാണകം, ഗോമൂത്രം, ഇങ്ങനെയെല്ലാം ഉപയോഗിച്ച് അതിനെ ശുദ്ധി ചെയ്യും. അത് കഴിഞ്ഞിട്ട് കരിക്കിൻ വെള്ളത്തിലും പുണ്യവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അതിന് ഒരു കുടത്തിലാക്കി കറയുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, പ്ലാവ് പോലെയുള്ള കറയുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വച്ച് അദ്ദേഹത്തിന് പിണ്ടബലി അർപ്പിക്കും. പുത്രൻ എന്നും രാവിലെ പിണ്ടബലി അർപ്പിക്കും. എന്തിനാണ് പിണ്ടബലി? ഇപ്പോൾ അയാൾ ഏത് ശരീരത്തിൽ നിൽക്കുന്നു? സൂക്ഷ്മ ശരീരം. അതെ, ആദ്യം എന്തായിരുന്നു? സ്ഥൂല ശരീരം. പഞ്ചഭൂതം നിർമ്മിതമായ ഈ ശരീരമാണ് സ്ഥൂല ശരീരം. ഇത് കഴിഞ്ഞിട്ട് സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് കിട്ടുന്നതാണ് പിണ്ട ശരീരം. ആദ്യത്തെ ദിവസത്തെ പിണ്ടബലിയിലൂടെ അയാൾക്ക് ശിരസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് തോള്, കൈകൾ, നെഞ്ച്, ഉദരം, അരക്കെട്ട്, തൊട, ഇന്ദ്രിയങ്ങൾ, പാദം, ഇങ്ങനെ 10 ദിവസം കൊണ്ട് ഇദ്ദേഹത്തിന് പിണ്ട ശരീരം കിട്ടും. 11ൻ്റെ അന്ന് ഇദ്ദേഹത്തിന് വിശപ്പും ദാഹവും കിട്ടും. അത് കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടിയന്തരമൊക്കെ നടത്തി സദ്യയൊക്കെ ഒരുക്കും. എന്തിനാണ്? അന്ന് ഇദ്ദേഹത്തിന് ഇത് കഴിക്കാനുള്ള ഒരു അവസ്ഥ ഇദ്ദേഹത്തിനുണ്ടാവും. ആസ്വദിക്കാൻ. കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കഴിക്കുന്നതല്ല, അദ്ദേഹത്തിന് അത് ആസ്വദിക്കാൻ പറ്റും. 11-12 ദിവസങ്ങളിൽ വിശപ്പും ദാഹവും ഉണ്ടാകുന്നതിന് ശേഷമാണ് നമ്മൾ 16-നോ അല്ലെങ്കിൽ 13-നോ എന്ത് ചെയ്യുന്നത്? കുലകുളി അടിയന്തരം. രാവിലെ എല്ലാവർക്കും എണ്ണ, ഒരു പ്രത്യേക സാധനങ്ങളൊക്കെ ചേർത്ത് എണ്ണയും താളിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പുണ്യവെള്ളം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരും. അതെല്ലാം തലയിൽ തേച്ച് കുളിച്ച് പുണ്യവെള്ളം കുളഞ്ഞ് വസ്ത്രങ്ങളൊക്കെ അടിച്ച് നനച്ച് അശുദ്ധി മാറുന്ന ദിവസമാണ് എന്താണ്? 16-ാം ദിവസം കുലകുളി അടിയന്തരം. അന്ന് സദ്യ വയ്ക്കും. ആ സദ്യ അദ്ദേഹത്തിന് ഓഫർ ചെയ്യാം, അദ്ദേഹത്തിന് കൊടുത്താൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്തായാലും 16-ൻ്റെ അന്ന് ആരെത്തും? വീണ്ടും യമകിങ്കരന്മാരെത്തും. അവർ വന്ന്
ഇദ്ദേഹത്തിനെ യമപാശത്താൽ കെട്ടിവരിഞ്ഞ് കൊണ്ടുപോകും. ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? കേട്ടില്ല. സാധാരണ ആൾക്കാരാണ്. ഭക്തരും പുണ്യം കർമ്മങ്ങൾ ചെയ്തവരും ഇതിൽ പെടില്ല. എല്ലാവരും ഇതിൽ പെടില്ല. പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ ഭക്തരല്ലാത്തവർ അല്ലെങ്കിൽ പുണ്യവാന്മാരല്ലാത്തവരെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം. ഭക്തർക്ക് ഈ മേഖലയിലേക്കേ തിരിഞ്ഞ് നോക്കേണ്ട അവസ്ഥയില്ല. അവർ നേരിട്ട് തന്നെ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞു. അവരെ കൊണ്ടുപോകാൻ വിഷ്ണു പാർഷദന്മാർ, ചതുർഭുജ രൂപികളായിട്ടുള്ള വിഷ്ണു പാർഷദന്മാർ വന്ന് അവരെ കൊണ്ടുപോകും വൈകുണ്ഠധാമത്തിലേക്ക്. അല്ലെങ്കിൽ പൂന്താനത്തിലേക്ക് ഭഗവാൻ നേരിട്ട് വന്നാണ് കൊണ്ടുപോയത്. ഉടലോടെ സ്വർഗത്ത് പോയ 1-2 വ്യക്തികളെ ഈ ലോകത്തുള്ളൂ. അതിലൊരാളാണ് പൂന്താനം. ബ്രഹ്മവാദികൾ ബ്രഹ്മരന്ധ്രത്തിലൂടെ ആത്മാവ് ഭഗവാന്റെ ബ്രഹ്മത്തിൽ ചെന്ന് ലയിച്ചിരിക്കും. ഉറക്കം പോലെയുള്ള ഒരവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അവിടെ ദുഃഖവുമില്ല, ദുരിതവുമില്ല, സന്തോഷവുമില്ല, സന്താപവുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം. മറിച്ച് ഭഗവാനെ സേവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എവിടെ പോകാം? ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായിട്ട് ചെന്ന് അവിടെ പശുക്കളാവാം, ഗോപാലന്മാരാകാം, ഗോപികമാരാകാം, പുഴയാകാം, യമുനാ നദിയാകാം, പല പൂക്കളാകാം, എന്ത് വേണോ ആകാം. അവിടെ ഭഗവാനെ സേവിക്കാൻ നമുക്ക് ഏത് രൂപം വേണമോ സ്വീകരിച്ച് ഭഗവാനെ സേവിച്ച് കൊണ്ട് കഴിയാം. നമ്മളെല്ലാം ഒരു കാലത്ത് അവിടെ ആയിരുന്നവരാണ്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നമുക്ക് ഭഗവാനോട് തോന്നിയ ഒരു അസൂയ എന്ന് പറഞ്ഞാൽ, എല്ലാവരും എന്തുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നു, എന്നെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല, സേവിക്കുന്നില്ല എന്നൊരു ചിന്ത എപ്പോഴോ നമ്മുടെ ഉള്ളിൽ തോന്നിയ നിമിഷമാണ് നമ്മൾ എവിടെ വന്നത്? ഈ ഭൗതിക ലോകത്തെ, ഭൂമിയിലല്ല, ഭൗതിക ലോകത്ത്. ഭൂമി അതിലൊന്ന് മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ ഭഗവാനോട് തോന്നിയ ഒരു അസൂയയുടെ കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മളിവിടെ സുഖം കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സെൻട്രൽ ജയിലിനകത്ത് ചെന്നിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് സുഖം ആസ്വദിക്കാൻ ശ്രമിക്കും പോലെയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത്. ദുഃഖാലയം അശാശ്വതം. ഇത് ദുഃഖത്തിൻ്റെ വീടാണ്. ഇവിടെ നിങ്ങൾ സുഖം നോക്കിയാൽ കിട്ടത്തേയില്ല. ക്ഷണികമായ സുഖങ്ങളാണ്. ആ ക്ഷണികമായ സുഖത്തിൻ്റെ പിന്നാലെ എന്തുണ്ട്? ദുഃഖങ്ങളുമുണ്ട്. നമുക്ക് മധുരം വളരെ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ മധുരം കൂടുതൽ കഴിക്കുമ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ഡയബറ്റീസ് പറയേത്തും. പിന്നെ മധുരം പോയിട്ട് ചോറ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏത് സുഖത്തിൻ്റെ പിന്നാലെയും ഒരു ദുഃഖം ഇങ്ങനെ വരും, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഓരോ ദിവസവും ഓരോരോ ശരീരങ്ങൾ സ്വീകരിച്ച് ഓരോ ജന്മത്തിലും നമ്മൾ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു, മനസ്സിലാകുന്നില്ല. അങ്ങനെ ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ബുദ്ധിയുള്ളവൻ എന്നെ മനസ്സിലാക്കും. ഭഗവാനാണ് പരമദൈവത്വ പുരുഷൻ, ഭഗവാനെ സേവിക്കലാണ് എൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം. അത് ചെയ്താലേ എനിക്ക് സന്തോഷം ലഭിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി പിന്നെ ആ സന്തോഷം ലഭിക്കാനുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനോട് പ്രീതിയും ഭഗവാന്റെ സ്മരണയും ഉണ്ടാവും. മരണസമയത്ത് നമ്മൾ അന്ത്യകാലേജ മാമേവ സ്മരൻ മുക്ത കളേബരം, ശരീരം കളേബരം എന്ന് വെച്ചാൽ ശരീരം ഉപേക്ഷിക്കുന്ന അന്ത്യകാലത്ത് ഭഗവാനെ ചിന്തിച്ചാൽ നമുക്കെവിടെ പോകാം? നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അപ്പം അതിനാണ് നമ്മൾ ജപിക്കുന്നതും ഭഗവത് സേവനം ചെയ്യുന്നതും എല്ലാം. എന്തിനാണ്? ബോധമണ്ഡലത്തിൽ ആരെ കൊണ്ടെത്തിക്കണം? ഭഗവാനെ കൊണ്ടെത്തിക്കണം. അപ്പം അങ്ങനെ ഈ പറയുന്നതൊന്നും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചല്ല, 90% വരുന്ന സാധാരണ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാപികളായിട്ടുള്ള സാധാരണ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇവർ നേരെ എവിടെ ചെല്ലും? ഇവരെ 12 ദിവസം കഴിഞ്ഞു. ഇവരെ സമൃദ്ധമായ സദ്യയെല്ലാം കഴിച്ച് ഇവരെ കൊണ്ടുപോകാനായിട്ട് യമകിങ്കരന്മാർ വരുന്നു. ഇവരെ കൊണ്ടുപോകുന്നു. 1 വർഷം കൊണ്ടാണ് പിന്നെ ഇവരെവിടെ പോകുന്നത്? യമലോകത്തേക്ക് പോകും. നമ്മൾ ആദ്യം എത്ര നേരം കൊണ്ട് പോയി? മനസ്സിൻ്റെ വേഗതയിൽ പോയി അല്ലേ? ഇപ്പോൾ പിന്നെ പോകുന്നത് 1 വർഷമെടുക്കും. സാവധാനമുള്ള യാത്രയാണ്. ഭൂമിയിൽ നിന്നും യമരാജാവിൻ്റെ യമലോകത്തേക്കുള്ള ദൂരത്തെക്കുറിച്ച് പറയുന്നത്
80,000 കാതം എന്നാണ്. ഒരു കാതം എന്ന് പറയുമ്പോൾ 16 കിലോമീറ്റർ. ചുരുക്കി പറഞ്ഞാൽ കണക്ക് നോക്കിയാൽ 12,80,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മൾ എവിടെ എത്തുന്നത്? യമലോകത്ത് എത്തുന്നത്. പോകുന്ന വഴി വളരെ സുഖകരമായ കുപ്പിച്ചില്ലുകൾ പോലെയുള്ള കല്ലുകൾ, പിന്നെ വാളിൻ്റെ മൂർച്ചയുള്ള ഇലകളോട് കൂടിയ ചെടികൾ, അങ്ങനെ ഇഴജന്തുക്കൾ, തേളുകൾ, പാമ്പുകളെല്ലാം നിറഞ്ഞ സ്ഥലത്തു കൂടെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പിണ്ടശരീരമാണ് നമ്മൾ നിൽക്കുന്നത്. ആ പിണ്ടശരീരം മുറിവേറ്റ് ചോര വാരുന്നൊഴുകും ഈ പോകുന്ന വഴിക്ക്. ഈ മുള്ളിലും ഈ വാള് പോലെയുള്ള ഇതിൻ്റെ ഇലകളിലെല്ലാം കൊണ്ട് ഇങ്ങനെ കാലെല്ലാം ചവിട്ടുന്ന കാൽപാദമെല്ലാം വ്രണമാകും. അത്ര അടി, കൂടാതെ അടിയും കിട്ടും. ആരാണ് അടിക്കണത്? യമകിങ്കരന്മാർ. കാരണം ഇയാൾ നല്ല ആളായതുകൊണ്ട് ഇഷ്ടംപോലെ അടി കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചോർന്ന് ഒഴിക്കുന്ന ഈ പിണ്ടശരീരമായിട്ട് അതുകൂടാതെ ആഹാരവും ഇല്ല. ഇവിടെ അവസാനം കഴിച്ചത് 16 അല്ലെങ്കിൽ 13 കഴിച്ച ആഹാരമാണ്. പിന്നെ അങ്ങോട്ട് ഒരു വർഷത്തേക്കുള്ള യാത്രയാണ്. ആഹാരമില്ല, വെള്ളമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ഫീലിങ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരമുണ്ട്, ഇതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇത് ആഗ്രഹങ്ങളുണ്ട്, വെള്ളം കുടിക്കണമെന്നുള്ള തോന്നലുണ്ട്, വിശക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും കിട്ടില്ല, വെള്ളമില്ല, ആഹാരമില്ല എന്നു മാത്രമല്ല നല്ല പെടയും കിട്ടുന്നുണ്ട്. അങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ആളൊഴിഞ്ഞ പ്രേതാലയങ്ങളൊക്കെ കാണും ഇടയ്ക്ക്. അവിടെ നിന്നൊക്കെ ഭയങ്കര കൂട്ട നിലവിളിയൊക്കെ കേൾക്കാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇയാൾ നല്ല വിറയലൊക്കെ തുടങ്ങും. കൂർത്ത കൊക്കുകളുമായിട്ട് ആക്രമിക്കുന്ന പക്ഷികളുണ്ടാവും. പിന്നെന്താണ്? ഇത് കഴിഞ്ഞ് അകലെ നോക്കുമ്പോൾ നല്ല വെള്ളം കാണും, തടാകം കാണും. ഇപ്പം പോയി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ എന്താണ്? തിളച്ചു മറിയുന്ന വെള്ളം. തൊടാൻ പോലും പറ്റില്ല, അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ല, തിരിച്ചോടും. ഇതെല്ലാം കണ്ട് പുറകിൽ 3 പേര് നിൽപ്പുണ്ട്. അപ്പോഴെന്താണ്? ആകാശത്തൊക്കെ ഇടിയും മിന്നലൊക്കെ ഉണ്ടാവും. ധൂമകോതുക്കളൊക്കെ പറന്നു പോകുന്ന കാണാൻ പറ്റും. രക്തമഴകൾ ഇങ്ങനെ പെയ്യുന്നുണ്ടാവും. അപ്പോഴാലോചിക്കും, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് 10 തലമുറയ്ക്ക് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, പലരെയും ചതിച്ചിട്ടുണ്ട്, പലരെയും വെട്ടിച്ചിട്ടുണ്ട്, തട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു പോയി. അത് കാരണം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇതെല്ലാം കിടന്ന് അനുഭവിക്കുന്നു എന്നുള്ള ഒരു ബോധം അപ്പോൾ ഈ ആത്മാവിനുണ്ടാവും. ഇപ്പോൾ താൻ മാത്രമാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ യാത്ര തുടരും. സപ്പോർട്ടായിട്ട് ഇവരുടെ അടിയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഭീകരമായിട്ട് കാറ്റടിക്കുന്ന സ്ഥലമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇഴജന്തുക്കൾ വരിഞ്ഞ് കൊത്തും ഇവരെ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പോകും. 18-ാം ദിവസം നേരം വെളുക്കുമ്പോൾ സൗമ്യപുരി എന്ന് പറയുന്ന ഒരു നഗരത്തിൽ, നരകമല്ല നഗരം, അവിടെയും നഗരങ്ങളുണ്ട്. നരകം ഒരെണ്ണേ ഉള്ളൂ, അത് യമരാജാവിൻ്റെയാണ്. അവിടെ ചെന്നിട്ട് പിന്നെ 28 നരകങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ നഗരത്തിലെത്തും. ആ നഗരത്തിൻ്റെ പേര് സൗമ്യപുരി. അവിടെ പുഷ്പഭദ്ര എന്ന് പറയുന്ന നദിയും ഒരു വലിയ അരയാലുമുണ്ട്. ആ അരയാലിൻ്റെ അവിടെ കുറച്ച് നേരം വിശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും അടിയോടുകൂടി യമദൂതന്മാർ ഇവരെ വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ ഇവർ ഈ അടി കൊണ്ട് കരയുമ്പോൾ ഈ യമകിങ്കരന്മാർ ചോദിക്കും, നീ പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നരയിക്കേണ്ടി വരുമായിരുന്നോ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചോദിച്ചാണ് അവരെ അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിൽ പുത്രൻ നൽകുന്ന മാസപിണ്ഡം, നമ്മൾ ആദ്യം എന്താ പിണ്ടബലി, അത് 10 ദിവസം. അത് കഴിഞ്ഞ് മാസപിണ്ഡമുണ്ട്, മാസബലി എന്ന് പറയും. അത് പല വീടുകളിൽ ഇപ്പോൾ കാണാറില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപൂർവം വീടുകളിലെ മാസബലിയുള്ളൂ. അപ്പോൾ ആ മാസത്തിൽ ബലി കൊടുത്താൽ ഈ ആത്മാവിന് അപ്പോൾ ആ മാസം എന്ത് കിട്ടും? ഭക്ഷണം കിട്ടും. ഇല്ലെങ്കിൽ എന്താണ്? പട്ടിണി, അടിയും പെട്ടണിയും മാത്രം. അങ്ങനെ തുടർന്ന് സൗരിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ജംഗമൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ട്. ആ രാജാവിനെ കണ്ട് തന്നെ ഇയാൾ പേടിച്ച് ഓടാൻ ശ്രമിക്കും. അദ്ദേഹത്തെ അത്ര പേടിയാവുന്ന ഒരു രൂപമാണ് ഈ ജംഗമൻ്റെ. അവിടെ നിന്ന്
മൂന്നാം മാസം ഗന്ധർവപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ദൂരം നോക്കുമ്പോൾ അതിമനോഹരങ്ങളായ കൊട്ടാരങ്ങൾ, പക്ഷെ നടന്ന് അടുത്തെത്തുമ്പോൾ ഭാർഗവി നിലയം പോലെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാറായി കിടക്കുന്ന തകർന്ന വീടുകളാണ് അത്. അപ്പോൾ അത് മാത്രമല്ല, അകത്തു നിന്നും പേടിപ്പെടുത്തുന്ന നിലവിളിയൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇയാളുടെ എല്ലാം പോകും, ധൈര്യം കൂടി പോകും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാതെ പേടിച്ച് വിഷമിച്ചിരിക്കുമ്പം നല്ല പെട വീണ്ടും കിട്ടും. അവിടുന്ന് വീണ്ടും ആസിഡ് മഴയുള്ള ഗന്ധമുള്ള വഴിയിലൂടെ ശൈലാഗമപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ എന്താണ് സംഭവം? ഒളിഞ്ഞു നിന്ന് നമ്മളെ കല്ലെറിയും പോലെ തോന്നും. കല്ലുകളിങ്ങനെ ശരവർഷം പോലെ വന്ന് വീഴുന്നുകൊണ്ടിരിക്കും ഈ പിണ്ട ശരീരത്തിൽ. ആൾറെഡി ദേഹം മുഴുവൻ മുറിവായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ എന്തും കൂടെ കിട്ടും? നല്ല കല്ലേറുകളും കിട്ടും. എറി കൊണ്ട് തെക്ക് കിടക്കനൊക്കെ വീഴും. പിന്നെ അവിടെ നിന്ന് എണീക്കും, വീണ്ടും വേദനയോടുകൂടി അങ്ങനെ നടക്കും. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും പോകും, ക്രൗഞ്ചപുരിയിലെത്തും. അവിടെ ക്രൂരജീവികൾ ഇദ്ദേഹത്തിനെ കടിച്ച് വലിക്കും, ശരീരത്തിനെ വലിച്ച് കീറും ഓരോ ഭാഗത്തായിട്ട്. അത് കണ്ട് അവിടെ തുടർന്ന് ചിത്രഭവനം എന്ന് പറയുന്ന പുരിയിലെത്തും. അവിടെ യമരാജാവിൻ്റെ കനിഷ്ഠ സഹോദരനായ വിചിത്രൻ എന്ന് പറയുന്ന പേടിപ്പെടുത്തുന്ന രൂപിയായിട്ടുള്ള ഒരാളെ കാണും. അത് കണ്ട് ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെ ഓടി ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? ഒരു നദിയുടെ മുമ്പിലാണ്. ആ നദി എങ്ങനെയാണ്? രക്തം, കഫം, മലം, പിത്തം എല്ലാം ഉണ്ട്. ഭയങ്കര സ്മെല്ലും, കൂടാതെ മുതലകൾ, പാമ്പുകൾ, തേളുകളൊക്കെ ഉള്ള ആ നദിയുടെ മുമ്പിലാണ് ഇയാൾ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ നദി കടത്താൻ വേണ്ടി 2 പേര് ഒരു വള്ളവുമായിട്ട് നിൽപ്പുണ്ട്. ഓടി വള്ളത്തിൽ ചെന്ന് കയറാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ വള്ളക്കാരൻ പറയും, ടിക്കറ്റ് എവിടെ? എന്തിനാണ് ടിക്കറ്റ്? പുണ്യമുണ്ടോ? എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ, ജയ് ഗൗരനിതായിക്ക്. അപ്പോൾ പുണ്യമുള്ളവർക്ക് എന്ത് കയറാൻ പറ്റൂ? വള്ളത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വല്ല പുണ്യം ഇരിക്കണം. പുണ്യം ഉണ്ടെങ്കിൽ ഈ അവസ്ഥ വരുമോ? അപ്പോൾ ഇയാൾ പുണ്യമൊന്നുമില്ല. അപ്പോഴേക്കും മറ്റവരെത്തും. പുറകിൽ നിന്ന് വരണവർ ആൾറെഡി ഒരു ചങ്ങല കെട്ടിയിട്ടിട്ടുണ്ട്, ഇവർ പോടി പോകാതിരിക്കാൻ വേണ്ടി. ആ ചങ്ങല പിടിച്ചുകൊണ്ട് അവർ ആകാശത്തൂടെ അപ്പുറത്തേക്ക് ചാടും. ഇവർ ഓട്ടോമാറ്റിക്കലി ഈ വൈതരണി നദിയിലേക്ക് വീണ് അത്രയും മൂക്കിലും വായിലും തലയിലൊക്കെ കയറി അതിലൂടെ നേരെ വലിച്ചഴച്ച് അക്കരെ കൊണ്ട് തള്ളും. അങ്ങനെ ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാത്തവർ ഈ വൈതരണി നദിയിലൂടെ എഴഞ്ഞ് അക്കരെ എത്തും. അത് കഴിഞ്ഞിട്ട് 7-ാം മാസം ഈ നാറി കുളിച്ച് നിൽക്കുന്ന ഈ ശരീരത്തോടു കൂടി എവിടെ എത്തും? ബാഹ്യപാദപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ എന്താണ്? നമ്മുടെ ജയിലിലൊക്കെ ഉള്ളതാണ്. ഈ മൂത്ത ഗുണ്ടകളൊക്കെ കിടപ്പുണ്ടാവും. ഈ പുതുതായിട്ട് വരുന്ന ഗുണ്ടകളെ അവന്മാർ എന്ത് ചെയ്യും? ഇവരെ വെച്ച് പുതുതായിട്ട് വരുന്നവരെ വെച്ച് ജോലി ചെയ്യിച്ചും ഇവർക്ക് കിട്ടുന്ന സാധനമൊക്കെ തട്ടിപ്പറിച്ചെടുക്കൽ. അതുപോലെ ഈ ആദ്യമായിട്ട് വരുന്ന ഈ പ്രേതാത്മാക്കളെ അവിടെ നിലവിൽ കിടക്കുന്നവർ ഉപദ്രവിക്കും. എന്ന് മാത്രമല്ല, ഇവർക്ക് മക്കൾ വല്ല മാസമിണ്ടം വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിനെ അവർ തട്ടിപ്പറിച്ചെടുത്ത് തിന്നും. അങ്ങനെ അവരുടെ അടിയും കുത്തുമെല്ലാം അവർ കൊണ്ട് 8-ാം മാസം ദുഃഖതപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അത് കഴിഞ്ഞ് 9-ാം മാസം നടക്രാന്തപുരം. അവിടെ കുറേ കാര്യങ്ങളുണ്ട്, പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ 10-ാം മാസം സമ്മഗ്ന സഭാനം. അത് കഴിഞ്ഞിട്ട് 11-ാം മാസം രൗദ്രപുരം. ചെമ്പുരുക്കും പോലെയുള്ള അതിഭയങ്കരമായ ചൂടാണ്. അലറി നിലവിളിച്ച് ഭ്രാന്ത് പിടിച്ച് അതുവഴി നടക്കണം. അത് കഴിഞ്ഞ് പയോവർഷണപുരം. 12-ാം മാസം പയോവർഷണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കോരിച്ചൊരിയുന്ന മഴ. ഈ ദേഹത്ത് ദേഹത്ത് എല്ലാം വെള്ളം കയറുമ്പോൾ നീറ്റൽ തുടങ്ങും. അങ്ങനെ വിറച്ച് മഴയും നനഞ്ഞുകൊണ്ട് തുടർന്ന് ശീതാട്യ നഗരം എന്ന് പറയുന്ന നഗരമുണ്ട്. അന്റാർട്ടിക്കയിലെ തണുപ്പാണ് അവിടെ, അത്രത്തോളം തണുപ്പാണ്. ആ തണുത്ത് കൊണ്ട് വിറച്ച് ഐസ് കട്ട പോലെ നടന്ന് ഇയാൾ പോവും. അടിയും കൊണ്ടുകൊണ്ട് അങ്ങനെ യമരാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തെത്തും. അതിൻ്റെ തെക്കേ വാതിൽ, 4 വാതിലുണ്ട് യമരാജാവിൻ്റെ കൊട്ടാരത്തിന്. അതിൻ്റെ തെക്കേ വാതിലിലൂടെ ഇദ്ദേഹത്തിന് അകത്തേക്ക് കടത്തും. അതിനു മുമ്പ് ഇയാളുടെ ശരീരം വീണ്ടും മാറും. ഇനി കിട്ടുന്ന ശരീരം എന്താണ്? യാതന ശരീരമാണ്. ഇത്രയും നേരം നമുക്ക് എത്ര ശരീരം കിട്ടി? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പിണ്ടശരീരം. ഇപ്പോൾ യാതനാ ശരീരം കിട്ടും. അങ്ങനെ യാതനാ ശരീരവുമായിട്ട് ഇദ്ദേഹം നേരെ യമരാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലും.
യമരാജാവിനെ കാണും കറുത്ത വലിയ ശരീരം, ഭീകരമുഖം, വലിയ കോമ്പല്ല്, കൈകളിൽ കാലതണ്ട്, ചോര പുരണ്ട നാവ്, പോത്തിന് പുറത്തുള്ള ഇരിപ്പ്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അദ്ദേഹം വിറച്ച് ബോധമറ്റ് വീഴും. ആരെയും പേടിക്കാതെ എല്ലാവരെയും വെല്ലുവിളിച്ച് ജീവിച്ച ഇവിടെയുള്ള ഗുണ്ടകളെല്ലാം പേടിച്ച് വിറച്ച് ബോധമറ്റ് വീഴും. പക്ഷേ ഈ യമരാജാവിന് പുണ്യം ചെയ്തവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അവരാരും പേടിക്കാറുമില്ല. എന്തായാലും ഇവിടെ പാപികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരെ ആരും കാലം നോക്കും, ഈ വന്ന ആളിനെ. ആ നോട്ടത്തിൽ തന്നെ അദ്ദേഹം വല്ലാണ്ട് പേടിച്ച് വിറയ്ക്കും. അരികിൽ ആര് നിൽപ്പുണ്ട്? ചിത്രഗുപ്തൻ നിൽപ്പുണ്ട്, പരിചാരകന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ എപ്പോഴും തന്നെ അദ്ദേഹം അലറി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കും. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ വളരെ ക്രൂരനായിരുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്, എനിക്ക് മാപ്പ് തരണം, എന്നെ രക്ഷിക്കണം, എന്നെ ഇവിടെ നിന്ന് മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കും. പക്ഷേ ഈ നിലവിളിയൊന്നും കാട്ടിലെ രോദനം പോലെയാവും, ആരും മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് യമരാജാവ് നേരെ തൻ്റെ സിംഹാസനത്തിൽ പോയിരിക്കും. വലതുവശത്ത് ചിത്രഗുപ്തൻ ഇരിക്കും. സമീപത്ത് ശ്രവണന്മാർ എന്ന് പറയുന്ന ഒരു 2-3 ആൾക്കാർ ആ സമയത്തെത്തും. ശ്രവണന്മാരെന്ന് പറയുന്നത് നമ്മുടെ ജനനത്തോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ള സാക്ഷികളാണ്. അവർ എല്ലാ കർമ്മങ്ങളും നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ സാക്ഷ്യം പറയാനായിട്ട് എവിടെ എത്തും? യമരാജാവിൻ്റെ അടുത്തുള്ള ചിത്രഗുപ്തൻ്റെ സമീപത്തെത്തും. അവിടെ വച്ച് വിചാരണ ബുക്ക് എടുത്തിടും, കമ്പ്യൂട്ടർ അടിക്കും, എല്ലാം കറക്റ്റായിട്ട് ലൈവിൽ കാണും. അപ്പം ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വിഷ്വൽ കാണിച്ചു കൊടുക്കും. ചുവരിൽ വിഷ്വലായിട്ട് കറക്റ്റായിട്ട് കാര്യം. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം സത്യസന്ധമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും. യമരാജാവിനെ പറ്റിക്കാനേ പറ്റില്ല. കൂടാതെ സാക്ഷ്യം പറയാനായിട്ട് ശ്രവണന്മാരുമുണ്ട്. അങ്ങനെ വിചാരണയൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇയാളുടെ മരിച്ച സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മരിച്ച സമയത്ത് ഇയാളെപ്പറ്റി നാട്ടുകാർ ബന്ധുക്കളൊക്കെ എന്തു പറഞ്ഞു, ആ സമയത്ത് വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ യമരാജ് ചോദിക്കും. ആ സമയത്ത് ഒരു കീർത്തനം നടന്നു, ഹരേ കൃഷ്ണക്കാരൊക്കെ വന്ന് പാട്ട് പാടിയിട്ട് പോയെന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇനിയുള്ള ശിക്ഷകളിൽ കുറേ ഇളവ് കിട്ടും. മറിച്ച് അവിടെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ കുടുംബകലഹമാണ് നടന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ചർച്ചാ വിഷയമായതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള ആനുകൂല്യമോ ശിക്ഷയിൽ ഇളവോ ഒന്നും കിട്ടില്ല. മനസ്സ വാച കർമ്മണ, നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തിട്ട് ഉള്ള ഓരോ കർമ്മങ്ങളും നമ്മൾ ഈ ലിസ്റ്റിലേക്ക് എടുത്തിടും. അങ്ങനെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൻ്റെ എത്ര വർഷം ഇവിടെ ജീവിച്ച് എന്തെല്ലാം ചെയ്തോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തേക്ക് എടുത്തിടും. എല്ലാം വിചാരണ ചെയ്തിട്ട് എത്ര കർമ്മങ്ങൾ എന്തുമാത്രം ഫലം അനുഭവിക്കണം, നരകയാതന അനുഭവിക്കണം എന്നതിനെ ആസ്പദമാക്കി 28 നരകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 28 നരകങ്ങളിലേക്ക് ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 2-3 നരകങ്ങൾ, ചിലർക്ക് 28 നരകത്തിലും പോകാം. അതൊക്കെ അവർ ചെയ്ത് കൂട്ടിയ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇനി 28 നരകങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോകാം. വലിയ രീതിയിലുള്ള വർണ്ണനയാണ് ഗരുഡപുരാണത്തിലും ഭാഗവതത്തിലൊക്കെ ഉള്ളത്. പക്ഷെ അത് പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൊന്നും തീരില്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞു. താമിശ്രം എന്ന് പറയുന്നത് അന്യരുടെ ഭാര്യ, അന്യരുടെ കുട്ടികൾ, അന്യരുടെ സ്വത്ത് ഇതെല്ലാം തട്ടിയെടുക്കുന്നവരെ കൊണ്ട് തള്ളുന്ന നരകമാണ്. അവിടെ ക്രൂരമായ മർദ്ദനം, പിന്നെ വെട്ട്, കുത്ത്, അതുപോലെയുള്ള മരണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ ജീവിക്കുകയാണ്. അവിടെ മരണം എന്ന് പറയുമ്പോൾ അവിടെ മരണമില്ല. എന്തുകൊണ്ടാണ്? ഈ കിട്ടുന്ന ശരീരം യാതനാ ശരീരമാണ്, യാതന അനുഭവിക്കാൻ വേണ്ടിയുള്ള ശരീരമാണ്. മരിക്കുമെങ്കിലും അടുത്ത നിമിഷം വീണ്ടും ജനിക്കും, വീണ്ടും ഈ ശിക്ഷ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇനി അന്ധതാമിശ്രം, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ചതിക്കുന്നവർ, അവരൊക്കെ ഈ ദുർഗന്ധമുള്ള ഇരുട്ട് നിറഞ്ഞ ഭീകരമായ ഒരു കിണറ്റിലേക്ക് കൊണ്ട് തള്ളും. അവിടെ കിടന്നോളണം. അത് എത്ര കാലമാണ് അനുഭവിക്കേണ്ടത് അത്രയും കാലം അവിടെ കിടക്കണം. അത് കഴിഞ്ഞ് രൗരവം, മോഷ്ടാക്കൾ, ആൾക്കാരെ സ്വത്തുകളൊക്കെ കൊള്ളയടിക്കുന്ന അവരെയൊക്കെ കൊണ്ട് തള്ളുന്നതാണ്. സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കിണറ്റിനകത്താണ് കൊണ്ട് തള്ളുന്നത്. സർപ്പങ്ങൾ ഈ ആളിനെ ചുറ്റി വരിഞ്ഞ് പൊത്തിയിട്ട് ബോധമറ്റ് മരിച്ചിട്ട് വീണ്ടും ഇയാൾക്ക് ബോധം വരും, വീണ്ടും സർപ്പങ്ങൾ ചുറ്റും, വീണ്ടും ഇത് തന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് മഹാരൗരവം, സഹോദരങ്ങളെ പറ്റിച്ച് വസ്തു തട്ടിയെടുത്തവർ, അർഹതപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാത്തവർ, അവരെയൊക്കെ എന്താ പറയുക, അന്നാക്കോണ്ട പോലെ നമ്മൾ സിനിമയിലെ കാണുന്ന വലിയ പാമ്പുകളുണ്ടല്ലോ, അതുപോലെയുള്ള വലിയ പാമ്പുകളായിട്ടുള്ള പാമ്പുകൾ ഇയാളെ ചുറ്റി വരിഞ്ഞ് ഇയാളെ വിഴുങ്ങും. അകത്തൂടെ കയറി പുറത്ത് വന്ന് വീണ്ടും ഇത് തന്നെ അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അത് അങ്ങനെ. അത് കഴിഞ്ഞാൽ കുംഭിഭാഗം എന്ന് പറഞ്ഞാൽ
നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന മത്സ്യമാംസാദികൾ, മുട്ട ഇതൊക്കെ കഴിക്കുന്നവരെ അവരെങ്ങനെയാണോ കറി വെച്ച് കഴിച്ചത് ആ രീതിയിലൊക്കെ, ഇപ്പം പൊരിച്ച് കഴിച്ചവരാണെങ്കിൽ അതുപോലെ ഇങ്ങനെ ഈ ആദന ശരീരം കീറി അതിൽ മസാല പുരട്ടി ആ വെളിച്ചെണ്ണയിൽ ഒഴിക്കും, അവിടെ കിടന്ന് തിളച്ച് മരിക്കും, വീണ്ടും ജനിക്കും, അങ്ങനെ ഇടും. അത് കഴിഞ്ഞ് കറി വെച്ചവരെയൊക്കെ കറി വയ്ക്കും, പിന്നെ ചുട്ടു തിന്നവരെയൊക്കെ ചുട്ടു തിന്നും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കാലസൂത്രം, അതെന്താണ്, ഗുരുക്കന്മാരെ കളിയാക്കവർ, ബഹുമാനിക്കാവത്തവർ, അവരെ പറ്റിച്ചവരെയൊക്കെ ചുട്ടുപൊള്ളുന്ന ചൂട് നിറഞ്ഞ സ്ഥലത്ത് കൊണ്ട് തള്ളും. അവിടെ ഭ്രാന്ത് പിടിച്ച് കിടന്ന് ഓടും ഇയാൾ. അസിപത്രം എന്ന് പറയുന്ന അടുത്ത രാജാവിൻ്റെ നരകമാണ്. അവിടെ സ്വധർമ്മം ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം മറന്ന് ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിച്ച് തോന്നിയ വാസത്തിൽ ജീവിക്കുന്നവർ ഇനി ഹരേ കൃഷ്ണയിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വീണ്ടും നോൺ വെജിറ്റേറിയനൊക്കെ കഴിച്ച് തോന്നിയ പടി ജീവിച്ചാൽ കാരണം അവർക്ക് അറിവ് കിട്ടിയിട്ടും അവരത് അത് മനസ്സിലാക്കാതെ തിരിച്ച് വീണ്ടും പാപത്തിലേക്ക് പോയതുകൊണ്ട് അവരെ എന്ത് ചെയ്യും, അവരെ വാളിനാൽ വെട്ടിക്കൊണ്ടിരിക്കും. ഒരാൾ വെട്ടി തീരും, വീണ്ടും അപ്പുറത്ത് ഒന്നായിട്ട് കിടക്കും, വീണ്ടും എടുത്തു വെച്ച് വെട്ടിക്കൊണ്ടിരിക്കും. അതാണ് ജോലി, ഇങ്ങനെ വെട്ടൽ. അപ്പോൾ അത് കഴിഞ്ഞ് സൂകരമുഖം, അതെന്താണ്, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പോകുന്ന സ്ഥലമാണ് സൂകരമുഖം. അവിടെ കരിമ്പ് ചതയ്ക്കും പോലെ അടിയാണ്, അവിടെ അടിച്ച് ചതച്ചുകൊണ്ടേയിരിക്കും. ദേഹം ഇങ്ങനെ ചതഞ്ഞ് ചമ്മന്തി പോലെ ആവും. വീണ്ടും അപ്പുറത്ത് തള്ളുമ്പോഴേക്കും അവിടെ വീണ്ടും ബോഡി കിട്ടും, വീണ്ടും എടുത്ത് വെച്ച് വീണ്ടും അടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ധകൂപം സാധുക്കളെ അല്ലെങ്കിൽ സന്യാസിമാരെ അല്ലെങ്കിൽ ഭക്തരെയൊക്കെ ദ്രോഹിക്കുന്നവരെയാണ്, അവരെ കൊണ്ട് തള്ളുന്ന നരകമാണത്. പാമ്പ്, തേള്, പഴുതാരകളൊക്കെ നിറഞ്ഞ കിണറാണത്. അത് കഴിഞ്ഞ് കൃമിഭോജനം, ദേവപൂജ, അതിഥി പൂജ, അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരെ അതിഥികളെ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ വന്നാൽ വെള്ളം കൊടുക്കാതെ പറഞ്ഞു വിടുന്നവർ, ആഹാരം കൊടുക്കാതെ പറഞ്ഞു വിടുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ കൃമികൾ ഇവരെ ഇങ്ങനെ തീർന്നിട്ട് തീരുന്നവർ വീണ്ടും ദേഹം വരും, വീണ്ടും കൃമികൾ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേദന ശരിക്കും യാതന ശരിയെന്ന് പറഞ്ഞാൽ ഈ ഫീലിങ്സ് മാത്രം, വേദന എന്തുമാത്രം ഉണ്ടോ അത്രയും വേദന അനുഭവിക്കും. പക്ഷേ അവിടെ നാശമില്ല. അത് എത്ര കാലം വിധിച്ചിട്ടുണ്ടോ അത്രയും കാലം നമ്മളവിടെ കിടക്കണം. അത് കഴിഞ്ഞാൽ തപ്ത മൂർത്തി എന്ന് പറയും. സ്വർണം, പണം ഇതൊക്കെ മോഷ്ടിക്കുന്നവരെ അല്ലെങ്കിൽ വിഗ്രഹ മോഷ്ടാക്കളെയൊക്കെ എന്ത് ചെയ്യും, അവിടെ ഇരുമ്പ് കൊണ്ടുള്ള ഒരു അഗ്നികുണ്ഡമുണ്ട്, അതിൽ കൊണ്ടങ്ങ് തള്ളും. അവിടെ കിടന്ന് വെന്ത് ഭസ്മമാകും. വീണ്ടും അയാൾ ശരീരം കിട്ടും, വീണ്ടും എടുത്ത് അവിടെ അതിൽ കൊണ്ട് തള്ളും, വീണ്ടും ഭസ്മമാകും. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അടുത്ത ശൽമലി, അഭിഹിത ബന്ധം, അന്യ സ്ത്രീകളെ അന്യപുരുഷന്മാരെയൊക്കെ പ്രാപിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ എതിർലിംഗത്തിൻ്റെ രീതിയിൽ ഇരുമ്പിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടെ, സ്ത്രീയുടെയും പുരുഷൻ്റെയും. അങ്ങനെ ഈ പറയുന്ന അഭിഹിത ബന്ധം നടത്തുന്നവരെ ഈ പ്രതിമയെ ചുട്ടു പഴിപ്പിച്ചിട്ട് അതിൽ നിർബന്ധിച്ച് ലൈംഗിക ബന്ധം ചെയ്യിക്കലാണ് ചെയ്യുന്നത്. എല്ലാം കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞാൽ എന്താണ്, വജ്രകണ്ടകശാലി, നിരപരാധികളായ മൃഗപക്ഷികളെ ബന്ധിച്ച് വളർത്തി പീഡിപ്പിക്കുന്നവരെ കൊണ്ട് തള്ളുന്നതാണ്. അവിടെ പഠിപ്പിച്ച വജ്രസൂചിക എന്ന് പറഞ്ഞ തൂണിലേക്ക് അടിച്ച് കയറ്റും അവരെ. അപ്പോൾ ദേഹം മുഴുവൻ ഈ പഴുത്തിരിക്കുന്ന സൂചി മുനകൾ പൊത്ത് കയറി അങ്ങനെ വീണ്ടും ബോധമറ്റ് വീഴും. വീണ്ടും ഇത് തന്നെ അങ്ങനെ എത്ര കാലം അനുഭവിക്കണോ അത്രയും കാലം അനുഭവിക്കണം. അത് കഴിഞ്ഞാൽ വൈതരണി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ നദി തന്നെയാണ്, അതൊരു നരകം കൂടിയാണ്. അവിടെ ദാനധർമാദികളൊക്കെ ചെയ്യാത്തവർക്ക് അവിടെ കൊണ്ട് തള്ളും. അടുത്ത പൂയോദകം എന്ന് പറഞ്ഞാൽ യമനിയമം പാലിക്കാത്തവർ, തോന്നുംപടി ജീവിക്കുന്നവർ, ആരെയും പേടിയില്ലാതെ താന്തോന്നി മാസത്തിൽ കഴിയുന്നവരെയൊക്കെ രക്തം മലം നിറഞ്ഞ കിണറ്റിലേക്ക് എടുത്തെറിയും, അവിടെ കടന്നു പോകണം. അടുത്ത എന്താണ്, പ്രാണരോധം. പണ്ട് കാലത്ത് വണ്ടിക്കാള, ഇപ്പം അധികം കാണാറില്ല, വണ്ടിക്കാളയൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇപ്പം എല്ലാം പെട്ടിയാട്ടയും ട്രാക്ടർ ഇതൊക്കെ ടെമ്പോ ഒക്കെ വന്നതോടുകൂടി ആ സംഭവം ഇല്ല. എങ്കിലും കാളകളെ, പശുക്കളെയൊക്കെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്നവരെയൊക്കെ അവയവങ്ങളുടെ മുറിച്ച് മാറ്റലാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത വിശ്വസനം, പണക്കൊഴുപ്പിൽ പശുവിനെ കൊന്ന് യാഗം നടത്തുന്നവർ. പിന്നെ സ്വന്തം ഈ പണം കാണിക്കാൻ വേണ്ടി ഇറച്ചിയും പൊറോട്ട, മറ്റേ എന്താ പറയുക, വീട് വെച്ചാലും കല്യാണം നടന്നാലും പാല് കാഴ്ച നടന്നാലും ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങൾ, ബിരിയാണി അതൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് പണം കാണിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മുടെ രീതി അനുസരിച്ച് സനാതന ധർമ്മനുസരിച്ച് പുണ്യകർമ്മങ്ങൾക്ക് ഒരു കാരണവശാലും ആ വീട്ടിൽ ഒരു രക്തത്തിൻ്റെ കറ വിടാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ ഇക്കാലത്ത് വന്നിട്ട് എല്ലാം കല്യാണത്തിന്, ദിവസം കുറിപ്പിന്, മറുവീട് ചടങ്ങിന്, പാല് കാച്ചിന്, എല്ലാത്തിനും ഇപ്പോൾ എന്തായി, ഇപ്പോൾ ഇറച്ചി ഒരു വിഭവമായിട്ട് മാറി. അവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു നരകമാണത്. അത് കഴിഞ്ഞ് ലാലപക്ഷം, ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നവരാണ്. അവിടെ
അടി വെട്ട് കുത്തൊക്കെ കൊടുത്താണ് അവിടെ അവരെ സ്വീകരിക്കുന്നത്. അവിടെ കിടന്നോണം. പിന്നെ സാരമേയാസനം, ഭീകരപ്രവർത്തനം, ബോംബ് വയ്ക്കൽ, പള്ളിയിൽ ബോംബ് വയ്ക്കൽ, ക്ഷേത്രങ്ങളിൽ ബോംബ് വയ്ക്കൽ, വീട് തീ വയ്ക്കുന്ന ആൾക്കാർ, കൂട്ടക്കൊലകൾ നടത്തുന്നവർ, അവർക്കൊക്കെ പട്ടികൾ നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടങ്ങ് തള്ളും. പട്ടികളുടെ കടി, പട്ടികളുടെ സ്മെല്ല്, പട്ടികളുടെ മലം മൂത്രം, അതിനിടയിൽ ജീവിക്കണം അവർ. അടുത്ത് കഴിഞ്ഞിട്ട് അയപാനം. അയപാനം എന്ന് പറഞ്ഞാൽ മദ്യപാനം ശീലമാക്കിയവർക്ക് ഉള്ള നരകമാണ്. അവിടെ എന്താ ചെയ്യണത്? ഇരുമ്പ് ഉരുക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോലെ. ഈ ആത്മാവിനെ രണ്ട് കൂട്ട് പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഈ ഇരുമ്പിന് ഉരുമ്പ് ഇങ്ങനെ പോയി എല്ലാം വെന്ത് ഉരുകുന്ന ആ ഒരു ഫീലിംഗ് ബോധം വെച്ച് വീഴും. വീണ്ടും കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ, അടുത്തത് വീണ്ടും. ഇങ്ങനെ എത്ര കാലം ഇയാൾക്ക് പറഞ്ഞിട്ടുണ്ടോ അത്രയും കാലം മദ്യപാനികളെ പീഡിപ്പിക്കുന്ന സ്ഥലമാണ് അയപാനം. അത് കഴിഞ്ഞ് ക്ഷാരമർദ്ദനം, 21ാമത്തെ നരകം. സ്വയം പൊങ്ങച്ചം, തള്ളിൻ്റെ ആൾക്കാർക്ക് കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് ക്ഷാരമർദ്ദനം എന്ന് പറയുന്ന സ്ഥലം. അവിടെ അവർ തല കീഴായിട്ട് കെട്ടിയിട്ടാണ് അടി. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ പട്ടാളത്തിരുന്നപ്പോൾ 150 പാകിസ്ഥാനികളെ കൊന്നു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ പല പല കാര്യങ്ങൾ, കള്ളങ്ങൾ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നവരെയൊക്കെയാണ് ഇവിടെ കൊണ്ട് തള്ളുന്നത്. അത് കഴിഞ്ഞിട്ട് രക്ഷോപക്ഷം, ഈ സമയമായ ജാതി ചിന്ത, ഇത് ആവശ്യമില്ലാത്ത ജാതി ചിന്തകൾ. പിന്നെന്താണ്? നരബലി, കൊലകൾ, ഇതൊക്കെ നടത്തുന്ന ആൾക്കാരെ വെട്ടിയും കുത്തിയും ക്രൂരമായിട്ട് തുടർച്ചയായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്ന നരകമാണ് രക്ഷോപക്ഷം. അത് കഴിഞ്ഞ് ശൂലപ്രോതം, 23ാമത്തെ നരകം. ചതിയന്മാർ, വഞ്ചകന്മാർ, അവരെയൊക്കെ ശൂലത്തിൽ കുത്തി നിർത്തി ഇങ്ങനെ ഇട്ടേക്കും. കുറേ കഴിയുമ്പോൾ വേദനിച്ച് പിടച്ച് ചാവും. വീണ്ടും ബോധം വരുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ശൂലപ്രോത നരകം. അത് ദന്തശൂകം. ദന്തശൂകം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാതെ ജീവികളെ കൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഹിംസ്രമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിൽ കൊണ്ട് തള്ളും. അവർ ഈ മൃഗങ്ങൾ വന്ന് ഇവരെയൊക്കെ കടിച്ച് കീറും, മരിക്കും, വീണ്ടും ജനിക്കും, വീണ്ടും കടിച്ച് കീറും. ഇത് തന്നെ നടക്കും. അടുത്ത അബീജി എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം പറയുന്നവരാണ്. അവരെ 100 യോജന ഉയരത്തിൽ നിന്നും എടുത്ത് താഴേക്ക് വലിച്ചെറിയും. അങ്ങനെ വീണ് ചെതറി വീണ്ടും പൊക്കി വലിച്ചെടുത്തുകൊണ്ട് പോകും, മുകളിൽ കയറും, വീണ്ടും ഇങ്ങനെ എറിയും, ചെതറും. ഇതാണ് അവരൊക്കെ കൊടുക്കുന്ന ശിക്ഷ. അടുത്ത് കഴിഞ്ഞാൽ വടരോധം, പക്ഷിമൃഗാദികളെ കൂട്ടിലിട്ട് അടച്ച് വളർത്തി ദ്രോഹിക്കുന്നവർ, അവരെയൊക്കെ വാളിനാലും വിഷം കൊടുത്തുമൊക്കെ കൊല്ലുന്ന ഒരു രീതിയാണ്. കൊല്ലുക എന്ന് പറയുമ്പോൾ അവിടെ മരണമില്ല, മരിക്കുന്നതുപോലെ തോന്നും, വീണ്ടും ഇത് തന്നെ തുടരും. അത് കഴിഞ്ഞിട്ട് എന്താണ് അവസാനം? 27 പര്യാവർത്തനകം എന്ന് പറയുന്നത്. അതിഥികളെ ചതിക്കുന്നവർ, വിശ്വാസവഞ്ചകർ, അവരെയൊക്കെ ആ സ്ഥലത്താണ് കൊണ്ട് തള്ളുന്നത്. കാക്കകളും മറ്റും വന്നിട്ട് ഇവരെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഒരു വലിയ കുഴിയിലേക്ക് തള്ളും. അവിടെ കണ്ണില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കണം. ആഹാരവുമില്ല, വെള്ളമില്ല, ജീവിതകാലം മുഴുവൻ കണ്ണില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കണം. അത് കഴിഞ്ഞ് അവസാനത്തെ നരകം, അത് സൂചിമുഖമാണ്. പിശുക്ക് കാരണം പുണ്യകർമ്മങ്ങൾ ചെയ്യാത്തവർ, പൂജകൾ ചെയ്യാത്തവർ, അമ്പലങ്ങൾ സന്ദർശിക്കാത്തവർ, ഭഗവാന്റെ സേവനത്തിന് 10 പൈസ കൊടുക്കാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കുമുള്ള കടമകൾ പൈസയുടെ പേരിൽ ചിലവാക്കാത്തവർ, അവരെയൊക്കെ കൊണ്ടു തള്ളുന്ന നരകമാണ് സൂചിമുഖം. അവിടെ യാതനയും ഇവരനുഭവിക്കണം. ഇത്രയും നരകയാതനയൊക്കെ അനുഭവിച്ച പ്രേതാത്മാവ് പിന്നെ എത്ര കാലം നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടോ അത്രയും കാലം അനുഭവിച്ചതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും ശരീരം മാറുകയാണ്. അടുത്ത ശരീരം എന്താണ്? പിതൃശരീരം. ഇപ്പം നമുക്ക് എത്ര ശരീരം നിലവിലായി? സ്ഥൂലം, സൂക്ഷ്മം, പിണ്ഡം, യാതന. ഇനി നമുക്ക് കിട്ടുന്നത് പിതൃശരീരമാണ്. പിതൃശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നരകയാതന കാലം കഴിഞ്ഞാൽ നമ്മൾ നേരെ പിതൃശരീരിയായിട്ട് പിതൃലോകത്തേക്ക് പോകും. സൂര്യനും ചന്ദ്രനും ഇടയ്ക്കുള്ള ഒരു ലോകമാണ് പിതൃലോകം. അവിടെ ചെന്ന് ചേരും നമ്മൾ. ആ ലോകത്ത് ഒരു വലിയ ക്യൂ ഉണ്ടാവും. വലിയൊരു ക്യൂവിൻ്റെ അവസാനത്തെ ആളായിട്ട് നമ്മൾ നിൽക്കും. എന്തിനാണ്? നമുക്കടുത്ത് നമ്മൾ ഈ മരിക്കുമ്പോൾ അവസാന ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ആരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ, ഏതൊക്കെ ജീവികളെ കൊന്നിട്ടുണ്ടോ, അവർക്കെല്ലാം നീതി ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ കൊല്ലാൻ, അവർക്ക് നമ്മളെ പറ്റിക്കാൻ നമ്മൾ വീണ്ടും എന്തായി ജനിക്കണം? അവരുടെ ഇടയിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരച്ഛൻ്റെയും അമ്മയുടെയും സമൂഹത്തിൻ്റെയും മധ്യേ വന്ന്
നമ്മൾ പിറക്കും. നമ്മൾ വിചാരിക്കും നരകത്തിലോടുകൂടി എല്ലാം തീർന്നെന്നാണ്. ഒന്നും തീർന്നിട്ടില്ല. ഇനി ബാക്കിയുള്ളത് നീതി അവർക്ക് കിട്ടാൻ. ആർക്ക് കിട്ടാൻ? നമ്മൾ കാരണം കഴിഞ്ഞ ജന്മത്തിൽ നരകിച്ചവർ, വിഷമിച്ചവർ, മരിച്ചവരൊക്കെ ഉണ്ടാവും. ഈ കോഴി, ആട്, പശു ഒരു കുറ്റവും ചെയ്യാതെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മുന്നിൽ നിന്ന ആടിനെയും കോഴിയൊക്കെയാണ് 10,000-കണക്കിന് സസ്യവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ധാന്യവർഗ്ഗങ്ങളും ഒക്കെ തന്നിട്ടും പോരാഞ്ഞ് ഒരു കുറ്റവും ചെയ്യാതെ അറുത്ത് ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, 65, 35 എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കഴിച്ചത് ഒരു ആവശ്യമില്ലാതെയാണ്. ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനവുമാണ് ഈ മാംസം എന്ന് പറയുന്നത്. പച്ചയ്ക്ക് ഒന്ന് കഴിച്ചു നോക്കണം. മത്സ്യമായാലും ശരി, മത്സ്യം കഴിക്കുന്നവർക്ക് പച്ചയ്ക്ക് ഒരു കഷ്ണം മത്സ്യം കഴിക്കാൻ പറഞ്ഞാൽ അറിയാം യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് മാംസം. ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനവുമാണ് ഈ രണ്ടും. അതിൽ ചേർക്കുന്ന മസാല, മുളക്, മഞ്ഞൾ ഇതെല്ലാം ചേരുമ്പോഴുണ്ടാകുന്ന ഒരു കൃത്രിമ ടേസ്റ്റാണ് നമ്മൾ വലിയ ടേസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നത്. അതും ഒരു ചാൺ ടേസ്റ്റേ ഉള്ളൂ. ഈ നാക്ക് മുതൽ അണ്ണാക്ക് വരെയുള്ള ഭാഗം കഴിഞ്ഞാൽ അതും നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും ഭഗവാൻ ഇത്രയും സസ്യജാലങ്ങളും ധാന്യവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം തന്നിട്ടും നമുക്ക് പോരാഞ്ഞ് ഒരു കുറ്റവും ചെയ്യാതെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന കോഴികളെയും ആടിനെയും പശുവിനെയും, അല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റൊരുത്തൻ വെട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും എന്തായിട്ട് ജനിക്കും? നിങ്ങൾ പശുവിനെ കൊന്നവനാണെങ്കിൽ പശുവായിട്ട് ജനിക്കും, ആടിനെ കൊന്നവനാണെങ്കിൽ ആടായിട്ട് ജനിക്കും, കോഴിയെ കൊന്നവനാണെങ്കിൽ കോഴിയായിട്ട് ജനിക്കും. ഇത് കൂടാതെ നിങ്ങൾ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ആയിട്ട് ജനിക്കേണ്ടി വരും വീണ്ടും വീണ്ടും വീണ്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ നോൺ വെജിറ്റേറിയനിലേക്ക് പോകരുതേ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഭക്തനായോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു നോൺ വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ കൊന്നു തിന്നുന്ന ആ ജീവിയും ഒരു കുറ്റവും ചെയ്യാതെ ആ ജീവിയും വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. ആര് കാരണം? നിങ്ങൾ കാരണം. കാരണം നിങ്ങൾക്ക് ചെയ്ത കൊലയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി അവരും നിങ്ങളെ കൊല്ലാനായിട്ട് ജനിക്കണം. അപ്പോൾ എന്തു പറ്റും? അത് ചങ്ങലയായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. അടുത്തവണ നിങ്ങളെ കൊല്ലുമ്പോൾ നിങ്ങൾ അവരെ കൊല്ലാനായിട്ട് വീണ്ടും ജനിക്കും. അപ്പോൾ വീണ്ടും അവർ നിങ്ങളെ കൊല്ലാനായിട്ട് വീണ്ടും ജനിക്കും. അപ്പോൾ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു മാറ്റം വരുന്നപ്പോഴാണ് എന്തോ ഒരു പുണ്യകർമ്മം നമ്മൾ ഒരു ഭക്തന് വേണ്ടിയോ ഭഗവാന്റെ എന്തെങ്കിലും ഒരു സേവനത്തിന് വേണ്ടിയോ അറിഞ്ഞോ അറിയാണ്ടയോ എന്തെങ്കിലും ഒരു ചെറിയൊരു സത്കർമ്മം ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഭഗവാന്റെ ഒരു ഭക്തൻ്റെ ഒരു സംഘം കിട്ടുകയും ആ ഭക്തനിലൂടെ നമുക്ക് ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ നാമജപത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും ഒക്കെ ഒരു വിവരം ലഭിക്കുകയും അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള സംഘടനകളിൽ വരികയും ഇവിടെ വന്ന് യുഗധർമ്മത്തെക്കുറിച്ചും നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവത് ഭക്തിയുത ഭഗവത് സേവനങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ അടുക്കിലേക്ക് ഭഗവാന്റെ ഭക്തനാണെന്നൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആ ഭക്തിയുതത്തിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ച് സത്യസന്ധത പുലർത്തി നമ്മൾ നല്ലൊരു ഭക്തനായിട്ട് മാറി മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ബോധമണ്ഡലത്തിൽ ഭഗവാനെ ചിന്തിച്ചു കൊണ്ട് മരിക്കുമ്പോഴാണ് നമ്മളെവിടെ പോകുന്നത്? തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. യാതൊരു കാരണവശാലും ഒരു ജീവജാലത്തിനെയും പിടിച്ച് തിന്നരുത്. അത് നിങ്ങൾ ഭക്തനായാലും ആയില്ലെങ്കിലും അത് നിർബന്ധമാണ്. കാരണം കർമ്മം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സത്യമാണ്. അത് നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ അതിൽ നിന്നും മാറ്റിത്തരില്ല. അത് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ജന്മങ്ങളിൽ എടുത്തെടുത്തെടുത്ത് നിങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾക്കും കടങ്ങൾക്കും ബാധ്യതകൾക്കും ചെയ്തു കൂട്ടിയ കുറ്റങ്ങൾക്കും അനുയോജ്യരായിട്ടുള്ള മാതാപിതാക്കളുടെ ഒരു പുത്രനായിട്ടോ പുത്രിയായിട്ടോ നമ്മൾ ജനിക്കും. എങ്ങനെ ജനിക്കും? നമ്മൾ പിതൃലോകത്തുനിന്ന് നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ നേരെ ഭൂമിയിലേക്ക് മഴയിലൂടെ ഭൂമിയിലേക്ക് വരും. അങ്ങനെ ഭൂമിയിൽ ഒരു വിത്തായിട്ട് സസ്യങ്ങളിൽ ഇപ്പം പഴങ്ങളായിട്ട് അല്ലെങ്കിൽ പേരക്ക, ആപ്പിള്, മുന്തിരി ഇങ്ങനെ ഏതിലെങ്കിലും നമ്മൾ അല്ലെങ്കിൽ മലക്കറി പച്ചക്കറിയിലൊക്കെ കിടന്നും കൂടി അതിലൂടെ അത് കഴിക്കുന്ന ഒരു പുരുഷൻ്റെ ബീജത്തിലേക്ക് കടന്ന് ആ ബീജം വഴി സ്ത്രീയുടെ യോനിയിലൂടെ ഗർഭപാത്രത്തിലെത്തി അങ്ങനെ നമ്മളൊരു കുട്ടിയായി രൂപാന്തരപ്പെട്ട് അങ്ങനെ 8-ാം മാസം കഴിഞ്ഞ് 9-ാം മാസത്തിൽ നമ്മൾ ഒരു ശിശുവായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അവിടുത്തെ ഇരുട്ടും അസഹ്യമായ ഗന്ധവും അമ്മ കഴിക്കുന്ന എരിവും പുളിപ്പും കമർപ്പ് ഇതിൻ്റെയൊക്കെ രൂക്ഷതയൊക്കെ സഹിച്ച്
നമ്മൾ ഈശ്വരനെ വിളിച്ച് കരഞ്ഞ് നിലവിളിക്കും. ഞാൻ ഇനി ഒരിക്കലും ഒരു പാപവും ചെയ്യില്ല, ഞാൻ വളരെ സത്യസന്ധനായിട്ട് ജീവിച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യും അവിടെ. പക്ഷേ നമ്മൾ പുറത്തിറങ്ങി മായയിൽപ്പെട്ട് അവരെല്ലാം നമ്മളെ എന്താ പറയുക, പൊന്നെ പോറ്റിയ പോലെ നോക്കി വളർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരുന്നു. പിന്നെ ഞാനായി, എൻ്റേതായി എന്നുള്ള ആ ഭാവത്തിലേക്ക് നമ്മൾ വരും. ഈ പറഞ്ഞ സത്യമൊക്കെ നമ്മൾ മറന്നിട്ട് പിന്നെ മായയ്ക്ക് അടിമയായിട്ട് ഭഗവാന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വീണ്ടും മറ്റൊരു മനുഷ്യനായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പറ്റിച്ചവർ, അല്ലെങ്കിൽ നാം കൊന്നവർ, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ പറ്റിക്കാനും നമ്മെ കൊല്ലാനൊക്കെ വേണ്ടി ജനിക്കുന്നുണ്ട്. അപ്പോൾ ഈ നരകത്തിൽ പോയി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ചിലർ വിചാരിക്കും ഇതെന്തൊരു ന്യായമാണ്, നമ്മൾ ഇത്രയും ചെയ്തിട്ട് അവിടെ പോയി ഇതൊക്കെ അനുഭവിച്ചിട്ട് വീണ്ടും വന്ന് അനുഭവിക്കേണ്ടി വരുന്നത് അതൊരു ന്യായമാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈശ്വരൻ്റെ മുന്നിൽ നീതി പുലർത്തുക എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ ഒരു കുറ്റവും ചെയ്യാത്ത ജീവികൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി ഇവർ വീണ്ടും ജനിക്കണം. അങ്ങനെ നമ്മൾ എന്താണ്, അങ്ങനെ ഈ ദുഷ്പ്രവൃത്തികളും ഒക്കെ നിർത്തി സദ്വൃത്തിയിലേക്ക് ഇടപെടണം. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യജന്മം, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. സമയമായ അപ്പോൾ നമുക്ക് കുറേ വിഷയങ്ങളുണ്ട്. ആരാണ് പുണ്യവാൻ, ആരാണ് ഭക്തർ, ആരാണ് പാപികൾ, പിന്നെ പലതരം ശരീരങ്ങൾ, പിന്നെ ഭക്തിയുത സേവനത്തിൻ്റെ കാര്യങ്ങൾ, പുരുഷാർത്ഥം, മരണത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ആത്മാവ് പഞ്ചകദോഷങ്ങൾ, പിന്നെ എന്താണ് ഓരോ രീതി പലതരം മരണങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ശരീരം കിട്ടിയില്ല, അങ്ങനെ ഉള്ളവർക്ക് എന്ത് കർമ്മം ചെയ്യണം. ഇപ്പം തന്നെ നമുക്കറിയാം വയനാടൊക്കെ അത്രയോ പേരുടെ 230ഓളം പേരെ ശരീരം ഇപ്പോഴും കണ്ടുകിട്ടിയില്ല. അപ്പോൾ അവർക്കൊക്കെ എന്ത് രീതിയിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾ മരിച്ചാൽ എന്ത് ചെയ്യണം, ഗർഭിണി മരിച്ചാൽ എന്ത് ചെയ്യണം, പിന്നെ പലതരം ദാനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തുടക്ക് നമ്മുടെ കുല എന്താണ് അത്, പിന്നെന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ സമയം നമുക്ക് ഇത്രയാണ് അനുവദിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഇതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഗരുഡപുരാണം, ഭാഗവതം 5-ാം സ്കന്ധമാണ്. ഇത് രണ്ടിനുമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഗരുഡപുരാണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കിട്ടും അതിൽ കൂടെ. പിന്നെ ഭാഗവതത്തിലെ 5-ാം സ്കന്ധം വായിച്ചാലും നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഭഗവാനെ പൂജിച്ചുകൂടാ. അത് ശരിക്കും പറഞ്ഞാൽ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം, വൈഷ്ണവരെ കാര്യമല്ലേ ചോദിച്ചത്, അതാ സാധാരണ ആൾക്കാരാണ്. സാധാരണ പൊതുവിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 16-ൻ്റെ അന്നാണ് നമ്മൾ കുളിക്കുന്നതോടുകൂടി കുല അടിയന്തരം എന്ന് പറയും. കുല ഇല്ലാതാക്കലാണ് ആ ചടങ്ങിലൂടെ നടക്കുന്നത്. ഒരു പ്രത്യേക ദ്രവ്യങ്ങളൊക്കെ ചേർത്തുള്ള എണ്ണ, താളി, പിന്നെ അമ്പലത്തിൽ നിന്നും വേറെ ആൾക്കാർ പോയി കൊണ്ടുവരുന്ന പുണ്യജലം, തീർത്ഥജലം അല്ലേ, പുണ്യവെള്ളം എന്ന് പറയും. ഇതെല്ലാം എണ്ണ തേച്ച് കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് പഴയ വസ്ത്രങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി നനച്ച് വീടെല്ലാം വൃത്തിയാക്കി തുടച്ച് ഈ പുണ്യതീർത്ഥം കൂടെ കളിക്കുന്നതോടുകൂടി സാധാരണക്കാരൻ്റെ തുടക്ക് അല്ലെങ്കിൽ കുല തീർന്നു കിട്ടി. അപ്പോൾ അതുവരെ ഇവർക്ക് പൂജയൊന്നും വേണ്ട. പക്ഷേ ജപിക്കുന്നതിന് ഇതൊന്നും ബാധകമല്ല. മരിക്കുന്ന അന്നും ജപിക്കണം. മരിക്കുന്ന അന്ന് കൂടുതൽ ജപിക്കണം. കാരണം എന്താണ്, ആ വീട്ടിൽ നാമം, ഭഗവാന്റെ നാമം കൂടുതലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണക്കാരൊക്കെ പോയി അവിടെ സങ്കീർത്തനമൊക്കെ നടത്തുന്നത്. ചിലരൊക്കെ വിചാരിക്കും ഇവർ എന്തോ ഒന്ന് കാണിക്കണം, ഒരാൾ ചത്ത് കിടക്കണം, ഇവിടെ വലിയ പാട്ടും കൂത്തും. അവർക്കറിയില്ല ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ഭഗവാന്റെ നാമം എത്രത്തോളം ഉറക്കെ ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ മരിച്ച വ്യക്തിക്കും ഈ മരിച്ച വ്യക്തിയെ കാണാൻ വരുന്ന ആൾക്കാർക്കും കൂടാതെ ആ അന്തരീക്ഷത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം അത് വളരെ പ്രയോജനം ചെയ്യും. അപ്പം ജപം നമ്മൾ ഒരിക്കലും നിർത്തരുത്. മറിച്ച് വിളക്കിലെ പൂജയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 16 കഴിഞ്ഞിട്ട് മതി.
ക്ഷേത്രത്തിൽ പോകുന്നത് അടക്കമുള്ള കാര്യം. ഇനി വൈഷ്ണവരൊക്കെയാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല. വൈഷ്ണവർക്ക് ഇതൊന്നും ഇങ്ങനെയുള്ള പൊലയൊന്നും ബാധകമല്ല. നിങ്ങൾ നിത്യേനയുള്ള കാര്യങ്ങൾ കുളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് ജപമോ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനമോ ഒന്നും ഇവിടെ നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ അജയ് ഗോവിന്ദ പ്രഭുവിനെ അറിയാമോ? നമ്മുടെ പള്ളിച്ചലുള്ള മെയിൻ പൂജാരിയാണ്. അദ്ദേഹത്തിൻ്റെ പൂജയുടെ അന്ന്, അദ്ദേഹത്തിന് അവിടെ പൂജ ഡ്യൂട്ടി ആയിരുന്നതിൻ്റെ അന്ന് അദ്ദേഹം പൂജയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ അപ്പോഴും തൊട്ട് പിന്നെ കൊലയാണ്, പോകാൻ പാടില്ല, അമ്പലത്തോട്ട് കിടക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ രീതി അനുസരിച്ചാണെങ്കിൽ കൊല തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് ഭഗവാന്റെ സേവനമാണ് പ്രാധാന്യം. അവിടെ കൊലയോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നേരെ അമ്പലത്തിൽ പോയി ഭഗവാന് പൂജയെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ അതിനുശേഷം ഈ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ കുളിച്ചു. വീണ്ടും പിറ്റേ ദിവസവും അത് തന്നെ അദ്ദേഹം തുടർന്നു പോയി. അപ്പോൾ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സേവനം ഒരു കാരണം കൊണ്ടും മാറ്റിവെക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രഹ്ലാദൻ്റെ കഥയിൽ ഒരു പിതൃക്കളോടോ ഋഷിമാരോടോ ദേവന്മാരോടോ നമുക്ക് ഒരു കടപ്പാടും വേണ്ട ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണെങ്കിൽ. ഇനി കടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഭഗവാനോടാണ് കടപ്പാട്, അല്ല ഇവരോടൊന്നും കടപ്പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാം. പിതൃക്കൾക്ക് ഈ പറഞ്ഞ കർക്കിടകവായം പോയി വലിയൊക്കെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ അവർക്ക് വേണ്ടി പ്രസാദം ഉണ്ടാക്കി അവർക്ക് ഓഫർ ചെയ്യാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു മരണത്തിൻ്റെ പേര് പറഞ്ഞ് വൈഷ്ണവരൊരിക്കലും ജപിക്കാതിരിക്കുകയോ പൂജ ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്യണം, അവർ അന്ന് കൂടുതൽ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രഭു എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഇല്ല. അപ്പോൾ അങ്ങനെയാണ് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം. സാധാരണക്കാർക്കാണ് ഈ പറഞ്ഞ 16ൻ്റെ കാര്യം വരുന്നത്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? എന്താ? ശബരിമല തന്ത്രി വൈഷ്ണവനല്ല. വൈഷ്ണവൻ ഒരിക്കലും മറ്റു ദേവീ ദേവന്മാരെ ആരാധിക്കാൻ വേണ്ടി പോവില്ല. വൈഷ്ണവൻ എപ്പോഴും വിഷ്ണു ഭക്തനായിരിക്കും, വിഷ്ണുവിൻ്റെ സേവനത്തിൽ ഏർപ്പെടുന്ന ആളായിരിക്കും. ശബരിമല മന്ത്രി അവർ കുടുംബപരമായിട്ട് ശബരിമല അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ആളിൻ്റെ പരമ്പരയിൽ വരുന്ന ആളായതുകൊണ്ട് ദേവൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്ത്രി ആയി പോകുന്നതാണ്. അയാൾ വൈഷ്ണവനാണെങ്കിൽ അയാൾക്ക് ഇത് ചെയ്യാം. പക്ഷെ അയാൾ വൈഷ്ണവനല്ലെങ്കിൽ തുടക്കമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കമുണ്ട്, എങ്കിൽ മാറി നിൽക്കണം. പക്ഷെ വൈഷ്ണവനാണെങ്കിൽ ഇതൊന്നും ബാധകമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് സത്യം, അല്ലേ? ആ അതെ, അതുകൊണ്ട് അല്ല അത് ചെയ്യണമല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്, ആ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഭക്തിപരമായ കാര്യങ്ങൾ, രാമായണ വായന, ഭാഗവത പാരായണം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. ചിലരിപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ സൗണ്ട് കുറച്ച് ഇതിട്ടിരുന്നത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, നമ്മുടെ ലീല പാടിയ ജ്ഞാനപ്പാന യൂട്യൂബിലൊക്കെ കിട്ടും. എന്ത് രസമായിരുന്നു അറിയാം. ആ വീട്ടിൽ എല്ലാവരും അത് കേട്ട് അങ്ങനെ ലയിച്ച് നിന്നു. രാഷ്ട്രീയം ഒന്നും പറയാനില്ല അപ്പം, കാരണം പാടുന്നതെല്ലാം ഭക്തിപരമായ ഈ ആത്മാവിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഓരോ നരകത്തിലേക്കുള്ള യാത്ര, അവിടെ അനുഭവിക്കുന്ന നരക യാതനകൾ, പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് അതിലൂടെ പറയുന്നത്. അത് കേട്ട് എല്ലാവരും ഒറ്റ മനുഷ്യർ ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും അങ്ങനെ ലയിച്ചിരിക്കുന്നു. അത് അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെയൊക്കെ വീട്ടിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടും. ആ മൊബൈൽ ഫോൺ മതി എന്നല്ല, വളരെ സൗണ്ട് കുറച്ച്, വലിയ സൗണ്ടിൽ വെച്ച് കളയരുത്, ചെറിയ സൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് ഭക്തി വരുന്നവർക്കും കേൾക്കുന്ന ആൾക്കും ഈ കിടക്കുന്ന ആളിന് പോലും അത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല, മരിച്ച വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വൈഷ്ണവനാണെങ്കിൽ ഇത് ബാധകമല്ല. അല്ല, 16 കഴിഞ്ഞെങ്കിലും വായിക്കാം. അത് പുരാണം വായിക്കുന്ന കുഴപ്പമില്ല. പുരാണം വായനയ്ക്ക് കുഴപ്പമില്ല. പൂജകളൊന്നും ഇല്ലല്ലോ. അല്ല, പൂജ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി.
അവർക്ക് ചെയ്യാം, വായന ചെയ്യാം. വായിക്കുന്ന ഭാഗവതം വായിക്കാമല്ലോ, ഭാഗവതം രാമായണമൊക്കെ വായന നമ്മൾ മരിക്കുന്ന ദിവസം പോലും വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പാരായണം കുഴപ്പമില്ല. പക്ഷെ പൂജകൾ പോലെയുള്ളതൊന്നും ചെയ്യേണ്ടതാണ്. അത് ഈ പറഞ്ഞ 16 കഴിഞ്ഞിട്ട് മതി. പിന്നെ വൈഷ്ണവർക്കാണെങ്കിൽ ഇതൊന്നും ബാധകമേ അല്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ.